പിന്നെ ആദ്യം മുസ്തഫ നബി ആരാന്നാ മനസ്സിലാക്കുന്നത്. എന്നാ പിന്നെ പറയേണ്ട ആവശ്യം. ചില ആളുകൾ സലാത്ത് ചെല്ലണോ, അത് ചെല്ലണോ, അത് ചെല്ലണോ ഒക്കെ ചോദിക്കാറുണ്ട്. അത് മുസ്തഫ നബി അറിയാത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി ഒരാൾ അങ്ങനെ ചോദിച്ചാൽ പോലും അത് അദബുകേടാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ വീക്ഷണം, ഹബീബായ നബി സാധാരണ മനുഷ്യനാണ് എന്ന ഒരു തർക്കത്തിൽ പോലും ഒരാൾ പങ്കെടുക്കരുത് എന്നാണ്. ഇത് വളരെ കാലം മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു ആശയമാണ്. അള്ളാഹു റസൂൽ സാധാരണ മനുഷ്യനല്ല എന്ന് പറയാൻ പോലും ഒരാൾ പോകേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവന് കാലം മറുപടി നൽകിക്കൊള്ളും. അത് നമ്മൾ ഏറ്റുപറയാൻ പോലും പാടില്ല. മുസ്ലിം ലോകം ചെയ്ത തർക്കങ്ങളിലെ ഏറ്റവും ശനിയും മോശപ്പെട്ടതുമായ തർക്കം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്നതിൽ തർക്കിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വൃത്തികെട്ട ഒരു തർക്കം ഉണ്ടാവുകയില്ല. കാരണം ഈ നിഅമത്തൊക്കെ ഒരാൾ ചെയ്തെന്നിട്ട് ഈ നിഅമത്ത് മുഴുവനും ആ മനുഷ്യന്റെ കയ്യിലാവുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ആ ഹബീബിന്റെ കയ്യിൽ വരാത്ത ഒന്നുമില്ല. ഇതെല്ലാം നിങ്ങൾ വെള്ളക്കുപ്പായിട്ടത്, തൊപ്പിയിട്ടത്, ഇതെല്ലാം ഇന്ന് സുബഹി നമസ്കരിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, എല്ലാം ഇന്ന് രാവിലെ ചെനിപ്പണിഞ്ഞത്, എല്ലാം വസ്ത്രമണിഞ്ഞത്, എല്ലാം ഹബീബിന്റെ കയ്യാൽ വന്നതാകുന്നു. എന്താണ് നമുക്ക് മുസ്തഫ നബിയിൽ അല്ലാതെ കിട്ടിയിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാം തൗഹീദിന് ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു മതമാണ്. പക്ഷേ ഒരു മുവഹിദ് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ തത്വം. ഒരാൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര വിലയുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലൗ അന്ന السماوات السبعين والأرضين في كفة الميزان ولا إله إلا الله في كفة أخرى لثقلت لا إله إلا الله. നബി പറഞ്ഞില്ലേ, എത്ര പ്രഗൽഭമായ ഹദീസാണ്. ഈ ഹദീസ് വളരെ സ്വഹീഹാണെന്ന് ഉൽപ്പതിഷ്ണുക്കൾ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാസിറുദ്ദീൻ അൽ അൽബാനി പോലും തന്റെ അസിൽസിലയിൽ ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറയുന്നുണ്ട്. ചിന്തിക്കണം. ആകാശങ്ങളൊന്നടങ്കം, ഭൂമിയൊന്നടങ്കം, ഭൂമികളും ആകാശങ്ങളും ഒന്നടങ്കം ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറൊരു തട്ടിൽ വെച്ചാൽ ലതഖുലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, കനം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കായിരിക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും ഒരാൾ വിശ്വസിച്ചാൽ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു ഏകനാകുന്നു, മുസ്ലിം ആവുകയില്ല. എന്നവൻ അംഗീകരിക്കാതെ ഇസ്ലാമിന്റെ സരണിയിലേക്ക് അള്ളാഹു അവന് അംഗത്വം നൽകുകയില്ല. ഗൗരവമായി ഇനി എന്താ പറയേണ്ടത്? മുളർ കബീലക്കാർ ഒരു വിഭാഗം പുണ്യനബിയുടെ അരികിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കണം, ഒരു ഒറ്റമൂലി പറഞ്ഞു തരണം എന്ന്. സ്വർഗത്തിൽ കിടക്കണം, ഒരു മാർഗം പറയണം. പുണ്യനബിയോട് പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരി തുടക്കത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി. അപ്പോൾ പറഞ്ഞു, അൻതുമിനു ബില്ലാഹി വഹ്ദഹു, നിങ്ങൾ അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കണം, എന്നാൽ സ്വർഗത്തിൽ കിടക്കാം. അത് വിശ്വസിച്ചു. അവർ മടങ്ങിപ്പോയി. ഫലബിസ മലിയൻ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സയ്യിദുനാ ഹബീബായ റസൂലുള്ളാഹി സയ്യിദുനാ ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലെ ഒന്ന് മടക്കി വിളിക്ക്, പെട്ടെന്ന് വിളിക്കും. ബിലാൽ തങ്ങൾ അവരെ മടക്കി വിളിച്ചു. ഹബീബിന്റെ അരികിലെത്തിയപ്പോൾ പുണ്യനബി ചോദിച്ചു, അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദഹു, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കൽ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയുമോ? ഇതിപ്പോ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുൻദിർ ബിൻ ജഹ്ഷായിരുന്നു ആ സംഘത്തിന്റെ നേതാവ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ മഹാനാണ്. ഇന്ന ഫീക ലഖസ്ലതാനി, രണ്ട് മഹ്മൂദായ കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എന്ന് പുണ്യനബി മുൻദിർ ബിൻ ജഹ്ഷിനോട് പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. നിങ്ങൾ വലിയ സമാധാനിയാണ്, ഒരു കാര്യം അവധാനതയോടുകൂടെ ചെയ്യുന്ന ആളുമാണ്, അതുകൊണ്ട് നിങ്ങൾ ഉന്നതനാണ് എന്ന് ബഹുമാനപ്പെട്ട മഹാനായ ഹബീബ റസൂലുള്ളാഹി മുൻദിർ ബിൻ ജഹ്ഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അത്രയും മഹാനാണ്. മുൻദിറായിരുന്നു ഈ സംഘത്തിന്റെ നേതാവ്. മുൻദിർ പറഞ്ഞു, എന്റെ ഒരു ഗൗരവമുള്ള കാര്യമായതുകൊണ്ടായിരുന്നു ഞങ്ങളെ മടക്കി വിളിച്ചത്. അള്ളാഹു ഏകനാണ് എന്നതിൽ അള്ളാഹു ഏകനാണ് അംഗീകരിക്കാൻ അല്ലാതെ ഇനി എന്താ ഉള്ളത്? പക്ഷെ എന്തോ കാര്യം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മുൻദിർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയെ, അങ്ങേക്കല്ലേ അറിഞ്ഞോളൂ.
അപ്പോൾ പറഞ്ഞു അൻതുമിനു ബിഅല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമിൽ ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും അംഗീകരിക്കലാണ്. അല്ലാതെ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല. അങ്ങനെയാണെങ്കിൽ പ്ലാറ്റോ മുസ്ലിം ആകണം. മുഞ്ചിനിൽക്കരെ കാണുന്നുണ്ട് കാന മുവഹിദൻ, അയാൾ ഒരു ഏകദൈവ വിശ്വാസിയായിരുന്നു എന്ന്. പല ആളുകളും അങ്ങനെ ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അള്ളാഹുവിൽ അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, ദൈവത്തിൽ. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ അത് ഏകനാണ് എന്ന അഭിപ്രായക്കാരനാണെന്നായിരുന്നു. ദൈവം എന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് ഏകനാണ് എന്ന അഭിപ്രായക്കാരനാണ് നെഹ്റു. മുസ്ലിം ആവുകയും ഇസ്ലാം എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏകദൈവ സരണിയിൽ ഒരു മഖ്ലൂഖായ മനുഷ്യൻ കയറണമെങ്കിൽ ആ മനുഷ്യൻ ആരായിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇത് ഗൗരവമുള്ള പാഠം. മഹാനായ സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മികായിൽ, സയ്യിദുനാ ജിബ്രീൽ എത്ര മഹാനാ. പക്ഷേ സയ്യിദുനാ ജിബ്രീൽ ഷഹാദത്തിൽ കയറിയിട്ടില്ല, പ്രത്യക്ഷത്തിൽ കയറിയിട്ടില്ല. ചിന്തിക്കണം. ഖുർആൻ തന്നെ സയ്യിദുനാ ജിബ്രീൽ തങ്ങളെ എത്ര മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ അത്റാബ വകസൻ ദിഹാഖ لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫാ لا يتكلمون إلا من أذن له الرحمن وقال صوابا. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിന് മുഅ്മിനീങ്ങൾക്ക് അന്ത്യനാളിൽ പ്രതിഫലം കൊടുക്കും. അല്ലാഹു നമുക്ക് തരട്ടെ. എങ്ങനെയാ കൊടുക്കുക എന്നറിയോ? ജസാഅം മിർ റബ്ബിക അതാഅൻ ഹിസാബാ. അല്ലാഹു മതിയായ സമ്മാനം തരും. അല്ലാഹു നമുക്ക് തരട്ടെ. ഉറക്കെ പറയാ, അല്ലാഹു നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തരട്ടെ. എവിടെയാ കൊടുക്കുന്നറിയോ? യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫാ. മലക്കുകളും സയ്യിദുനാ ജിബ്രീലും അണിചേർന്നു നിൽക്കുന്ന വേദിയിൽ എന്നാണ്. ജിബ്രീലിന് അള്ളാഹു നൽകിയ പ്രാധാന്യം എത്രയാ? സയ്യിദുനാ ജിബ്രീൽ മനസ്സിലാക്കണം. നോക്കൂ, നമ്മളിപ്പോ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ആവാണെങ്കിൽ ഇന്നിപ്പോ ഇവിടെ മത്സര വിജയികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് നമ്മളെ പരിപാടിയിൽ. അത് ഉന്നതന്മാരെ ഹദ്റത്തിലുമാണ് കൊടുക്കുക. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫാ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ കൂട്ടത്തിൽ മുജാഹിദ് പ്രവർത്തകന്മാരുണ്ടാകും, ജമാഅത്ത് പ്രവർത്തകന്മാരുണ്ടാകും, ഈ കൂട്ടത്തിൽ സംഘടനകളിൽ താല്പര്യമുള്ളവരില്ലാത്തവരുണ്ടാകും. കാണുന്നതിലൊക്കെ കയറുന്നു. എന്തോ ആയിക്കോട്ടെ, എനിക്ക് പറയാനുള്ളത് ഹബീബിന്റെ കാര്യത്തിൽ ഒരു തർക്കത്തിൽ ഇറങ്ങരുത് എന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന സംഗതിയാണ്, വേറുള്ള ഒരു കാര്യം പോലെയല്ല. നിസാരമായ ഒരു കാര്യം തർക്കിക്കും പോലെയല്ല ഈ ഒരു കാര്യം. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ കാര്യത്തിൽ ഒരാൾ തർക്കിച്ച പിന്നെ എന്ത് ഈമാനാണ് ആ മനുഷ്യനുണ്ടാവുക? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനം തരാൻ വേണ്ടി, സ്വർഗം വെച്ചിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹാന്മാരെ അവിടെ അണിനിരത്തും. അള്ളാഹിന്റെ സൃഷ്ടികളാണെങ്കിലും അല്ലാഹു അവരെ ആദരിച്ചവരാണ്. ആ കൂട്ടത്തിലെ നേതാവാണ് സയ്യിദുനാ ഉണ്ടല്ലോ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. സയ്യിദുനാ ജിബ്രീൽ വരിക എന്നതാണ് ഇന്നലെയുടെയും അല്ലെങ്കിൽ റമളാനിന്റെയും ലൈലത്തുൽ ഖദർ എന്നാണ് ഇന്ന് രാത്രി അസ്തമിച്ച രാത്രിയാണെന്ന് പറയാനുള്ള അവകാശമൊന്നും ഒരാൾക്കില്ല. അത് സാന്ദർഭികമായി പറഞ്ഞു പോവുക. അങ്ങനെ ഒരു അധികാരവും ആർക്കില്ല. അങ്ങനെ ആരെങ്കിലും ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് കേവലം ചൂഷണത്തിന്റെ താല്പര്യം മാത്രമാണ്. ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ഒരിക്കലും ബഹുമാനപ്പെട്ട ശറഅ് പറഞ്ഞിട്ടില്ല. ഇത് ഗൗരവമായി ചിന്തിക്കണം. സാധാരണക്കാരായ ആളുകളെ ഇത്തരം കാര്യത്തിൽ ആരും കബളിപ്പിക്കരുത്. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അത് ചെയ്യരുത്. പണ്ഡിതന്മാർ അത് ഗൗരവമായി മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. എൻ്റെ വിനയത്തിന്റെ ഒരു അപേക്ഷ പറയുകയാണ്.
25 മാത്രമായി ഇങ്ങനെ ഒരു സംഗതി ഒരു ആളുകളെ ലൈലത്തുൽ ഖദ്റായി നിജപ്പെടുത്തി പറയുക എന്നത് ശറഇന്റെ പരിധിക്കപ്പുറമുള്ള ഒരു സംഗതിയാണ്. ഒരിക്കലും അത് ശറഅ് അംഗീകരിക്കുകയില്ല. ഒന്ന്. ഇനി രണ്ടാമതായി ലൈലത്തുൽ ഖദ്റാണെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ വേണ്ടത് ഏതെങ്കിലും പൊതുവായ സമ്മേളനം ആ രാത്രി നടത്തുകയല്ല. ആ ഖദറിന്റെ പ്രത്യേകത അവരെ പള്ളിയിലേക്ക് വിടുക എന്നതുമാണ്. ഇല്ലാത്ത ചില അനാചാരങ്ങൾ സമൂഹത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു പക്ഷപാതിത്വം പറയുകയല്ല, അങ്ങനെ ധരിക്കരുത്. എവിടെ ബിദ്അത്ത് വന്നാലും ആ ബിദ്അത്തിനെ എതിർക്കപ്പെടേണ്ടതാണ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇസ്ലാമിലെ ആദ്യത്തെ ബിദ്അത്തിനെയാണ് ഈ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്. ഇസ്ലാമിലെ ആദ്യത്തെ ബിദ്അത്ത് ജുമുഅക്ക് ആളുകൾ നേരം വൈകിയതാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലം 2 ദിവസമാണ് നമ്മൾ ആ ബിദ്അത്തിനെ അടിച്ച് നാശാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ സാന്ദർഭികമായി പറയാം. അതുകൊണ്ട് പല വഴിയിലും ബിദ്അത്ത് കയറി വരും. അത് ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു പക്ഷപാതിത്വമായി മനസ്സിലാക്കരുത്. ഇത് എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. ഗൗരവമായി ആ കാര്യം ചിന്തിക്കുകയും അത്തരം അബദ്ധങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് മാറി നിൽക്കുകയും പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾക്ക് ചൂട്ടുപിടിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തിലും വളരെ താഴ്മയിലും എല്ലാവരോടും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞുകൊണ്ടുവരുന്നത് ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യം. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ആ സയ്യിദുനാ ജിബ്രീൽ പോലും ഷഹാദത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലാഹുവുമായുള്ള മുനാജാത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ മുനാജാത്തിൽ ഒരു മഖ്ലൂഖിനു അഭിമുഖമാകാൻ അല്ലാഹു അനുവദിച്ചത് മുഹമ്മദ് നബിയെയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നോക്കൂ നിങ്ങൾ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ നബിക്ക് നേരിട്ട് സലാം പറയുക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ആരാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു മഖ്ലൂഖ്, ഒരു സൃഷ്ടിക്ക്. സൃഷ്ടാവ് അല്ലാഹുവിന് മാത്രമുള്ളതല്ലേ നമസ്കാരം? തുടക്കത്തിലും അതാണല്ലോ പറഞ്ഞത്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ فطر السماوات والأرض حنيفا مسلما وجهت وجهي للذي അല്ലാഹുവേ നിന്നിലേക്ക് മാത്രം ഞാൻ മുന്നിട്ടു എന്നാ പറഞ്ഞത്. എന്നിട്ടൊരാളെ കൂടി കേറ്റു. ആരെ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു മുഹമ്മദ് നബി. അപ്പോൾ ഈ ആരാണ് ഈ മനുഷ്യൻ എന്ന് നാം ചിന്തിക്കണം. മനുഷ്യന് ബോധം ഉണ്ടായപ്പോലെ ലഭിച്ചിട്ടുള്ള തെളിവിന്റെയും അപ്പുറമാണ് സത്യത്തിൽ ബോധം എന്ന് പറയുന്നത്. അതാ ബോധം. ബോധത്തിനൊന്നും വേണ്ട. ബോധം എന്ന് പറയുന്നത് സത്യത്തിൽ റൂഷദാണ് ഒരു മനുഷ്യന് വേണ്ടിയത്. റൂഷദാണ് ഏറ്റവും വലിയ പ്രധാനം. അതുകൊണ്ടാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം പോലും റുഷ്ദിനെ കുടിക്കുന്നത്. റുഷ്ദാണ് മനുഷ്യന് വേണ്ടി വിവേകബോധം. അത് വലിയതാണ്. അതല്ലേ ഒരു മനുഷ്യന് വേണ്ടത് വിവേകമാണ്. അല്ലാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് വലഖദ് ആതൈനാ ഇബ്രാഹീമ റുഷ്ദഹു മിൻ ഖബൽ. ഇബ്രാഹിം നാം നേരത്തെ വിവേകം നൽകിയിരുന്നു എന്ന് അല്ലാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് മുസ്തഫ നബിന്റെ കാര്യത്തിൽ തർക്കിക്കരുത്. ഹബീബായ നബിയെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ മനുഷ്യൻ പറഞ്ഞോളും, സ്വാഭാവികം പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കൂ, നിങ്ങൾ ചിന്തിക്കേ, ഗൗരവമായി മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. ഏറ്റവും വലിയ അമലല്ലേ മുഅ്മിനീങ്ങളെ? അല്ലാഹുവിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ അമലല്ലേ മുഅ്മിനീങ്ങളെ നമസ്കാരം? ഒരു മയ്യത്തിനെ ഹാജരാക്കിയാൽ ആ മയ്യത്തിന്റെ മുന്നിൽ നമസ്കരിക്കുന്ന ഹാളറായ മയ്യത്തിനെ നമസ്കരിക്കുമ്പോൾ വജ്ജഹത്തുവിനെ വരെ ശറഅ് ഒഴിവാക്കി ദുആഉൽ ഇഫ്തിതാഹ്. ഹാളറായ മയ്യത്തിനെ നമസ്കരിക്കുമ്പോൾ ദുആഉൽ ഇഫ്തിതാഹ് ഇല്ല. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കും. ഒന്നുമില്ല. എന്തിന് മയ്യത്ത് നമസ്കാരത്തിൽ സുജൂദില്ല? ഏതാ സുജൂദ്? അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ചിന്തിക്കണം. തലച്ചോറ് തുറക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. എത്ര പറഞ്ഞാലും തലച്ചോറ് തുറക്കാത്ത കുറെ ആളുകൾ കോഴിക്കോട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഗൗരവമായി ചിന്തിക്കണം. ഇതിന് വിവേകം പോലെ അത് അല്ലാഹു അങ്ങോട്ട് ഇബത്ത് തരുകയും വേണം. അല്ലെങ്കിലും കടലാസ് തിന്നത് കൊണ്ടൊന്നും ബുദ്ധി ഉണ്ടാവുന്ന ആരും കരുതണ്ട.
അതൊക്കെ റബ്ബിന്റെ ഹിബത്താണ്. അത് അള്ളാഹു ഇങ്ങോട്ട് തരുന്ന വേണം. അള്ളാഹു നമുക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തരട്ടെ. കടലാസിനപ്പുറല്ലേ കാര്യങ്ങൾ പലപ്പോഴും. അല്ലെങ്കിലും കടലാസിലെ വരി 6000 ചില്ലാനവും കടലാസിനപ്പുറം ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി. കടലാസ് 6000 ചില്ലാനത്തിൽ ഒടുങ്ങും. എന്നാൽ കടലാസിനപ്പുറം ബഹറിലും തീരുകയില്ല. കടലാസിന്റെ ഇടയിൽ ഇങ്ങനെ തിന്ന് നടന്നാൽ അതുകൊണ്ട് വിജ്ഞാനം ഉണ്ടാവുമെന്നാണ് ചിലർ ധരിക്കുന്നത്. അതുകൊണ്ടാണ് ചില കടലാസ് കിട്ടാതെ ആവുമ്പോൾ അവർ കടലാസ് വരാൻ കാത്തിരിക്കുന്നത്. കടലാസ് വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ അവർക്ക് പോകേണ്ടി വരും. വിവേകമാണ് മനുഷ്യർ വേണ്ടത്. മുസ്തഫായ നബി, നിങ്ങൾ ചിന്തിക്കേ, സുജൂദില്ല മയ്യിത്ത് നമസ്കാരത്തിൽ. എന്താ സുജൂദ്? അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. റബ്ബിലോടടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജൂദാകുന്നു. മാത്രമല്ല, സുജൂദ് എന്ന് പറയുന്നത് ഇബാദത്തുൽ ഖലായിഖി. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. ഈ കാണുന്ന മരങ്ങൾ വരെ സുജൂദ് ചെയ്യുകയാണ്. നജ്മിന് രണ്ടർത്ഥമുണ്ട്. നക്ഷത്രമാണെന്നും വള്ളിപ്പടർപ്പാണെന്നും എന്താണെങ്കിലും. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. ഇബാദത്തുൽ ഖലായിഖാണ് സുജൂദ്. അത്ര പ്രധാനപ്പെട്ടത്. ആ സുജൂദ് പോലും മയ്യിത്ത് നമസ്കാരത്തിലില്ല. അള്ളാഹുവിന് ലഭിക്കേണ്ട ഏറ്റവും വലിയ കർമ്മമായ സുജൂദ് പോലുമില്ല. എന്നിട്ടും ഒഴിവാക്കിയില്ല. അസ്സലാത്തു അലാ റസൂലില്ലാഹ്. അപ്പൊ ആരാണ് മുഹമ്മദ് നബി എന്ന് ചോദിക്കണം. മുഹമ്മദ് നബിയെ ഒഴിവാക്കിയ ഒരു കർമ്മവും ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർക്കങ്ങോട് പറയും, ഞാൻ പറയണ്ടട്ടാ, ഞാൻ പറയേണ്ട ആവശ്യമല്ല, നിങ്ങളോട് പറഞ്ഞേക്കും. ഇതൊക്കെ കാരണം, ഈ ബറക്കത്തിന്റെ കാരണം പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള സ്വലാത്ത് മാത്രമാണ്. ഇതും അഹ്ലുബൈത്തിനോടും പുണ്യനബിയോടുള്ള ആദരവ് മാത്രമാണ് ഈ ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന സാധനം നിലനിൽക്കാൻ മറ്റൊരു അടിസ്ഥാനമില്ല. നമ്മൾ ഇവിടെ പറഞ്ഞതും നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ചതും രണ്ട് കാര്യമാണ്. ഒന്ന് മുസ്തഫ നബിയോടുള്ള ആദരവും ഒന്ന് അഹ്ലുബൈത്തിനോടുള്ള ആദരവും. അത് തന്നെയായിരിക്കും ഈ ക്ലാസിന്റെ നിലനിൽപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാകട്ടെ. നോക്ക്, ഞാൻ നീട്ടുന്നില്ല, നിങ്ങൾ ചിന്തിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയിൽ നമസ്കാരമാണ് പള്ളിയിൽ നടക്കുന്നത്. പക്ഷെ പള്ളിയുടെ പേര് മസ്ജിദ് എന്നാണ്. നമസ്കാരം നടക്കുന്ന പേര് മസ്ജിദ്. കാരണം ഏറ്റവും വലിയ അമല് സുജൂദാകുന്നു. ആ സുജൂദ് വരെയാണ്ട് ഒഴിവാക്കിയിട്ടും സ്വലാത്ത് ഒഴിവാക്കിയില്ല. എന്തുകൊണ്ട്? വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളോടാണ് അതങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ. വഹി മുറിഞ്ഞു. ചില ദിവസങ്ങളിൽ പുണ്യനബിക്ക് വഹി വന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുണ്യനബിക്ക് വിഷമമായി. മക്കക്കാർ ചാടിക്കളിക്കുകയും ചെയ്തു. ഇന്ന ശൈത്വാന മുഹമ്മദിൻ ഹജറഹു, ഇന്ന ശൈത്വാന മുഹമ്മദിൻ ഹജറഹു, ഇന്ന ശൈത്വാന മുഹമ്മദിൻ ഹജറഹു പറഞ്ഞിട്ട് അങ്ങോട്ട് കോലാഹലം കൂടി മക്കക്കാർ. മുഹമ്മദിന്റെ പിശാച് മുഹമ്മദിനെ ഒഴിവാക്കി ഇത്രേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ ജിബ്രീൽ വഹയും കൊണ്ടുവന്നില്ല കുറച്ച് ദിവസം. മക്കക്കാർ പുണ്യനബിയോട് ചില ചോദ്യം ചോദിച്ചിരുന്നു. അത് മറുപടി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ പുണ്യനബിന്റെ അടുത്തേക്ക് ജിബ്രീൽ വന്നില്ല അലൈഹിസ്സലാം. ജിബ്രീൽ എങ്ങനെ കാത്തിരുന്നു? വന്നില്ല, വഹി വന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞു വഹി വരുന്നത്. പിന്നെ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നബിയെ, അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടം പോലെ തരാൻ തീരുമാനിച്ചിരിക്കുന്നു നബിയെ. ഫതർലാ, എത്രയും നിങ്ങൾക്ക് മതിയാവോളം. ഫതർലാ, എത്രയെന്ന് പിന്നെ ചോദിക്കേണ്ടതില്ല. ലാ അർല എന്ന് പറഞ്ഞാൽ മതി. ഫതർലാ എന്നാ അല്ലാഹു പറയും. വലസൗഫ, എത്രയെന്നൊന്നും പറഞ്ഞിട്ടില്ല. വഹദ് പർവ്വതത്തിന് അത്രയെന്നൊന്നും പറയുന്നില്ല. ഒന്ന് വഹദ് പർവ്വതം വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, തൃപ്തിയാവുന്നത് വരെ. അത് പറഞ്ഞ് വാക്കിൽ കൊടുക്കാനും കഴിയില്ല, എത്രയും കൊടുക്കാം. എന്തുകൊണ്ട്?
സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ആൾക്ക് പോലും ലഹുദ്ദുനിയാ വഅശ്റതു അംസാലിഹാ, ഈ ഭൂമിയുടെയും അതിന്റെ 10 അത്രയും ഉണ്ടാകുമെന്ന് പുണ്യനബി പറയുന്നുണ്ട്. ആർക്ക്? അദ്നാ അഹ്ലിൽ ജന്ന. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ ഒരു പുണ്യനബിക്കുള്ള അവസ്ഥ എത്രയായിരിക്കും നോക്കൂ. അല്ലദീ ആഖിറു അഹ്ലിൻ നാരി ഖുറൂജൻ വആഖിറു അഹ്ലിൽ ജന്നതി ദുഖൂലൻ ലഹുദ്ദുനിയാ വഅശ്റതു അംസാലിഹാ. ഈ ഹദീസ് സ്വഹീഹാണെന്ന് ബഹുമാനപ്പെട്ട അബൂദാവൂദ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഇമാം അഹ്മദ് തങ്ങൾ പറയുന്നുണ്ട്. ഈ ഹദീസ് ഹാഫിൾ ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നുണ്ട്, പ്രഗൽഭമാണ്. അല്ലദീ ആഖിറു അഹ്ലിൻ നാരി ഖുറൂജൻ വആഖിറു അഹ്ലിൽ ജന്നതി ദുഖൂലൻ. നരകത്തിൽ നിന്ന് അവസാനമായി പുറത്തു വന്ന ആൾ സ്വർഗത്തിലേക്ക് അവസാനമായി കേറിയ ലഹുദ്ദുനിയാ ലഹുദ്ദുനിയാ വഅശ്റതു അംസാലിഹാ. ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ അത്രയും അതിന്റെ 10 അത്രയും ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ റബ്ബേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉണ്ടാവും. എന്തുകൊണ്ട്? ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറ. ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മ ഉപ്പമാർക്കും ഉസ്താദുമാർക്കും ഞങ്ങളെ പ്രസ്ഥാന ബന്ധുക്കൾ ഞങ്ങളെ സഹായിച്ചവർ എല്ലാവർക്കും അത് തരണമേ തമ്പുരാനെ. ഞങ്ങൾക്കൊക്കെ തരണമേ റബ്ബേ. അല്ലാഹുവേ, നരകം വിധിക്കപ്പെട്ട ഒരാൾ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകരുതേ തമ്പുരാനെ. ഞങ്ങളെ കാക്കണമേ റബ്ബേ, രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം തരണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് തരണം തമ്പുരാനെ. നീ ഞങ്ങൾ ഒഴിവാക്കിയത് റബ്ബേ. ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറ. സ്വർഗ്ഗത്തിലെത്തിയാൽ നിങ്ങൾ വലിയ ചക്രവർത്തിയാകുമെന്ന് ആയത്തിറങ്ങി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ ഇങ്ങോട്ട് കൂടിയിട്ട് ഹസദു ഹൗലഹു, നബിയെ ചക്രവർത്തിയാകണമെങ്കിൽ പ്രജകൾ വേണ്ടേന്ന് ചോദിച്ചു. എവിടുന്ന അവിടെ പ്രജ ഉണ്ടാവുക? അപ്പോൾ പറഞ്ഞു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലെ ഏറ്റവും താഴെയുള്ള ആൾക്ക് പോലും 70,000 മലക്കുകൾ ഖാദിമായി ഉണ്ടാവും. അയാളുടെ പേര് ജഹന്നമി എന്നുമായിരിക്കും. ജഹന്നം എന്ന് വന്നായിരിക്കും ആളായിരിക്കും. ജഹന്നമിൽ നിന്ന് വന്ന ആളായതുകൊണ്ട്, പിന്നീട് ജഹന്നമിന് കയറി വന്ന ആളായതുകൊണ്ട് അയാളെ ജഹന്നമി എന്ന് വിളിക്കും. അയാൾക്കും ഉണ്ടാകും 70,000 മലക്കുകൾ, സർവന്റെ ഖാദിമീങ്ങൾ. അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. എന്തിനാ ഞാൻ അത് പറഞ്ഞത്? സാധാരണക്കാരെ അവസ്ഥ ഇത്രയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മടി വരുവോളം തരുമെന്ന് റബ്ബ് പറഞ്ഞു. അപ്പൊ വളരെ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ആരാണ് ഹബീബായ നബി? അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത്ര തരും എന്ന്, വേണ്ടത്ര നൽകുമെന്ന് പുണ്യനബിയോട് പറഞ്ഞു ഖുർആൻ. പുണ്യനബിയോട് ഖുർആൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത്ര തരും. അപ്പോൾ പുണ്യനബി പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് വേണ്ടത്ര സ്വർഗത്തിൽ തരുന്നുണ്ട് നബിയെ, നിങ്ങൾ കഷ്ടപ്പെട്ടതിന് വേണ്ടത്ര തരും നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ പുണ്യനബി പറഞ്ഞു കേട്ടോ, നീ എങ്ങനെ മനുഷ്യ റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ തർക്കിച്ചു? പുണ്യനബി പറഞ്ഞു അല്ലാഹുവേ, നീ എനിക്ക് എന്ത് തന്നിട്ടും കാര്യമില്ല. എന്റെ സമുദായത്തിലെ ഒരാൾ നരകത്തിൽ കിടന്നാൽ എനിക്ക് എന്ത് തന്നാലും തൃപ്തിയാവില്ലെന്ന് മുഹമ്മദ് നബി. ഇങ്ങനെ ഒരു മനുഷ്യണ്ടോ ഈ ലോകത്ത്? സ്വന്തം ബാപ്പാന്റെ കാര്യം പറയും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീ. ഞാനിതിന് വാദപ്രതിവാദത്തിനേ ഇല്ല, ഞാൻ ഇതിന് തർക്കിക്കാനോ, ആ തർക്കം പോലും അപകടപ്പെടുത്തും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മുസ്തഫ നബിന്റെ കാര്യത്തിൽ തർക്കമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അല്ലാഹു നൽകട്ടെ. അല്ലെങ്കിൽ അതിന് ഹിദായത്ത് വേണം കേട്ടോ, അതും വേണം. ഹബീബിന്റെ പരിസരത്ത് 13 കൊല്ലം പാർത്ത ആൾക്ക് ഹിദായത്ത് കിട്ടിയില്ല. ലഅനത്തുല്ലാഹി അലൈഹി അബൂ ലഹബ്.
മുസ്തഫ നബിയുടെ ചുമരിന്റെ അപ്പുറം ഖദീജ ബീവിയും റളിയല്ലാഹു അൻഹ മുസ്തഫ നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം പതിറ്റാണ്ട് പാർത്ത വീട്ടിന്റെ ചുമരിന്റെ അപ്പുറം പാർത്തവൻ ഹിദായത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല. എന്തുകൊണ്ട്? പുണ്യനബിയെ ഏറ്റവും വഷളാക്കിയവനായിരുന്നു ആ പഹൻ അബൂലഹബ്. പുണ്യനബിയെ വഷളാക്കിയവർക്ക് ഹിദായത്ത് ഉണ്ടാവും. ആ പാഠാണ് തബ്ബത് യദാ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറാതുഹു ഹമ്മാലത്തുൽ ഹതബ്. കുടുംബ അടക്കം നരകത്തിൽ ചാടിയ ഒരു സംഭവം വേറെ കാണില്ല ഖുർആനിൽ. കാരണം രണ്ടാളും റസൂലുള്ളാഹിക്കെതിരെ മത്സരിക്കുകയായിരുന്നു. കുടുംബടക്കം ഭർത്താവ് ഉഷാറ്, ഭാര്യ മോശം, ഭാര്യ ഉഷാറ്, ഭർത്താവ് മോശം, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. നൂഹ് നബിയും ലൂത്ത് നബിയും ഉഷാറ്, ഭാര്യമാർ മോശം. 50-50. തിരിച്ചു പുറത്ത് ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഭാര്യ ഏറ്റവും ഉഷാറ്, ഭർത്താവ് ഏറ്റവും മോശം. ഇത് ഭാര്യയും ഭർത്താവും മോശമായി. എന്തുകൊണ്ട്? അവരെല്ലാരും മുസ്തഫ നബിയെ ചീത്ത പറഞ്ഞവരിൽ അധ്വാനിച്ചവരാണവർ. ഇതായിട്ടുണ്ടാവില്ല. ചിന്തിച്ചു. മുഹമ്മദ് നബി ആദരിക്കാത്തവർക്ക് ഇതായിട്ടുണ്ടാവില്ല. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നിസ്സാരമായ ഈ തർക്കത്തിന്റെ തല കെട്ടുന്നതും കൈകെട്ടുന്നതൊക്കെ നമുക്ക് തർക്കിക്കാം. റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ ആരും തർക്കിക്കരുത്. അത് നമ്മളെ പരിധിന്റെ അപ്പുറത്തേക്കുള്ള സംഗതിയോ. ഇതെന്റെ വിനയമായ ഒരു അപേക്ഷയാണ്. ഒരിക്കലും റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പ്രവേശിക്കരുത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലുതന്നെയല്ലേ. എന്തിനാ പറയുന്നത്? ഏതു മനുഷ്യനാ സ്വന്തം ഉമ്മ തന്നെ കാണുമ്പോഴോടും, മകൻ ഉമ്മയെ കാണുമ്പോഴോടും, ബാപ്പ മകനെ കാണുമ്പോഴോടും എന്ന് വിശുദ്ധ ഖുർആൻ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. എല്ലാവരും ഓടും, ഒരാൾ ഓടില്ല. അന ഫറതുക്കും അലൽ ഹൗളി, ഞാൻ നേരത്തെ വന്നു നിൽക്കുമെന്ന് പുണ്യനബി. ഞാൻ ഓടില്ല. അന അവ്വലു മൻ തൻസഖു അൻഹു ബത്നുൽ അർളി, ഭൂമിയുടെ ഉള്ളറ തുറന്ന് പുറത്ത് ചാടുന്ന ആൾ ഞാൻ തന്നെ എന്ന് മുഹമ്മദ് നബി. മഹ്ശർക്ക് എന്റെ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ഞാൻ നേരത്തെ പുറത്തിറങ്ങും. അന അവ്വലു മൻ തൻസഖു അൻഹു ബത്നുൽ അർളി അന അവ്വലു മൻ യുജാവിസു സിറാത ബി ഉമ്മതിഹി. പ്രശ്നത്തിന്റെ നേരത്തെ വണ്ടി കയറി കോയമ്പത്തൂർ പോയിട്ട് മനുഷ്യന്മാരെ കട്ടപ്പെടുത്തിയിട്ട് എല്ലാം കഴിയുമ്പോൾ മടങ്ങി വരുന്ന നേതാവൊന്നുമല്ല മുഹമ്മദ് നബി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. പ്രശ്നം ഉണ്ടാക്കിയിട്ട് പ്രശ്നം അങ്ങനെ കടുംബരി കണ്ടപ്പോൾ കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറുകയും പ്രശ്നം ഒതുങ്ങിയപ്പോൾ പുതിയ സംഘടനയുമായി കടന്നു വരികയും ചെയ്ത ആളുകളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളല്ല മുഹമ്മദ് നബി. മുഹമ്മദ് നബി ആരാ? അന അവ്വലു മൻ യുജാവിദു സിറാത ബി ഉമ്മതിഹി, എന്റെ സമുദായത്തെ സിറാത്ത് പാലം കടത്തി കൊടുക്കുന്ന ആൾ ഞാനായിരിക്കും. വാപ്പുണ്ടാവില്ല, ഉമ്മ ഉണ്ടാവില്ല, മകനുണ്ടാവില്ല, ആരുണ്ടാവില്ല. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പ്രമാണം പറയാ, ഒരാളെ ഞാൻ വിമർശിക്കുന്നില്ല. വിമർശനത്തിന്റെയും അപ്പുറമാണ് സത്യങ്ങൾ എന്ന് പറയുന്നത്. അത് മനുഷ്യന് മനസ്സിലാക്കണ്ട. അള്ളാന്റെ നൂറങ്ങൾ കിട്ടിയാൽ മനുഷ്യൻ അങ്ങോട്ടൊന്നും പോവില്ല. വളരെ ചിന്തിക്കണം. അല്ലാഹു ഹബീബിനെ നോക്കണേ. എന്നാൽ ഹബീബിനെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത മനുഷ്യനായിരുന്നു മഹാനായ ഉവൈസുൽ ഖറനി. കാന മുആസിറർ റസൂൽ, പുണ്യനബിയുടെ കാലക്കാരനാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു. പക്ഷേ മദീനയിൽ പോകാൻ കഴിഞ്ഞില്ല. ആദ്യം യമനിയായിരുന്നു, ഖറൻ നാട്ടുകാരനായിരുന്നു. ഉമ്മയെ ശുശ്രൂഷിച്ചിട്ട് മദീനയിൽ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ആരാ? കാന മുഹിബ്ബർ റസൂൽ, പുണ്യനബിയുടെ ഏറ്റവും വലിയ സ്നേഹിയായിരുന്നു. റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് പാർത്ത ഒരു മനുഷ്യൻ കൊല്ലങ്ങളോളം ഹിദായത്ത് കിട്ടിയില്ല. കാരണം നബിയെ ആക്ഷേപിച്ചിരുന്നു.
എന്നാൽ അകലെ ആയിരുന്നു ഖറനിയായ ഉവൈസ് റളിയല്ലാഹു അൻഹു. നേരം വെളുത്താൽ ഉമ്മയെ ശുശ്രൂഷിച്ച് ഉമ്മാക്ക് ഭക്ഷണം ഉണ്ടാക്കി ഉമ്മാന്റെ വിരിപ്പും പുതപ്പും വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഖറനങ്ങാടിയിലേക്ക് ഓടി വരുമായിരുന്നു മഹാനായ ഉവൈസ്. ഖറനിൽ വന്നിട്ട് വിളിച്ചു ചോദിക്കും, ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന. ഇന്ന് മദീനയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്ന് ആരെങ്കിലും മദീനയിൽ വന്നിട്ടുണ്ടോ? ഇന്ന് ആരെങ്കിലും മദീനയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആരെങ്കിലും ഞാൻ ഇന്ന് മദീനയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഫയുഖബ്ബിലു ബൈന ഐനൈ, ആ മനുഷ്യന്റെ കണ്ണിന്റെ ഇടയിൽ ചുംബിക്കുമായിരുന്നു ഉവൈസ്. ലിഅന്നഹു റഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ കണ്ടുവരുന്ന ആളാണ്. കാന യുഖബ്ബിലു ബൈന ഐനൈ. ഈ മനുഷ്യനാണ് സ്വഹാബികൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഉന്നതൻ ഉവൈസ് റളിയല്ലാഹു അൻഹു. മുസ്ലിമിലൊക്കെ കാണാം ഫളായിലു സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അധ്യായം ബാബു ഫളലി ഉവൈസ് എന്നാണ്. എന്റെ ഉവൈസ് ഇങ്ങനെയായത് ചിന്തിക്കും. പുണ്യനബിയോട് ഹുബ്ബിനേക്കാൾ വലിയ ഒരു സംഗതിയില്ല. ഹുബ്ബാണ്. നമ്മളൊക്കെ ഇന്ന് ഓതുന്ന ഒരു ആയത്തുണ്ടല്ലോ, ഉമയ്യുത്ഇല്ലാഹ വറസൂൽ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന والصديقين والشهداء والصالحين وحسن أولئك رفيقا. സ്വലാത്തിനെ പറ്റി ഞാൻ കൂടുതലൊന്നും അതൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ചൊല്ലിയിരിക്കും. പുണ്യനബിയെ മനസ്സിലാക്കിയവൻ സ്വലാത്ത് ചൊല്ലിയിരിക്കും. പുണ്യനബിയെ അറിഞ്ഞാൽ സ്വലാത്ത് ചെല്ലും. എപ്പോഴാ ഈ ആയത്തിറങ്ങിയത്? من يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. നിസായിലെ ഈ ആയത്തിറങ്ങിയത് തൗബാനിന്റെ കാര്യത്തിലാവുന്നു. തൗബാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു തരം രോഗമായി, മെലിയ ഒരു തരം വിഷാദ രോഗം, ഒരു തരം മെലിയൽ, ഒരു തരം വിഷമം, ഒരു തരം ദുഃഖം. നാൾക്കുനാൾ ഈ രോഗം വർദ്ധിച്ചു വന്നു. ഒരിക്കൽ തൗബാനെ കണ്ടപ്പോൾ പുണ്യനബി ചോദിച്ചു, ഹൽ ബിക ഇല്ല, നിനക്കെന്തേ രോഗമുണ്ടോ തൗബാനെ? ലാ യാ റസൂലല്ലാഹ് വബി മറദുൽ ഹുബ്ബി, എനിക്കാകെയുള്ള രോഗം സ്നേഹത്തിന്റെ രോഗമാണ്, വേറെ രോഗമില്ല. ആകെ രോഗം പ്രേമരോഗം. എനിക്ക് അങ്ങയെ കാണണം. രാവിലെയും വൈകുന്നേരവും അങ്ങയെ വന്ന് കാണണം. എനിക്ക് അങ്ങയെ കാണാൻ നിൽക്കാൻ കഴിയും. വീട്ടിലിരുന്നാ ഇരിപ്പില്ല, എനിക്ക് നിങ്ങളെ വീണ്ടും വന്ന് കാണണം. ഇപ്പോൾ ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത് ഇത് ഇവിടെ നടക്കും, മദീനയിൽ നടക്കും. പക്ഷേ അങ്ങ് വഫാത്തായാലോ ഞാൻ മരിച്ചാലോ പിന്നെ നടക്കില്ലല്ലോ. പിന്നെ എനിക്ക് അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്നതിലാണ് എന്റെ ഖേദം. അതെന്നെ വിഷമിപ്പിക്കുകയാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട തൗബാൻ. മഹാനായ തൗബാൻ തമാശയല്ല. നസലത്ത് ഫീഹിൽ ആയ ബിഹുബ്ബി റസൂലില്ലാഹ്. ആ മനുഷ്യന്റെ സ്നേഹം കാരണം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആയത്തിറങ്ങിയവരെ സ്വഹാബികൾ പ്രത്യേകം ആദരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇബ്നു ഉമർ ഉണ്ടായിട്ടും മഹാനായ സുഹൈബിനെ കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ റളിയല്ലാഹു അൻഹുമ മയ്യിത്ത് നിസ്കരിപ്പിച്ചത് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു. ഇബ്നു ഉമർ ലോകപ്പം കണ്ട മഹാനായിരുന്നു. എന്നിട്ടും ബാപ്പയായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മയ്യിത്ത് നമസ്കരിച്ചത് മഹാനായ സുഹൈബാണ്. കാരണം സുഹൈബിന്റെ കാര്യത്തിൽ ആയത്തിറങ്ങിയിട്ടുണ്ട് എന്നത്. മിനന്നാസ് മൻ യശ്രി നഫ്സഹു ബിതിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഈ ആയത്തിറങ്ങിയതുകൊണ്ട് ആളുകൾ ബഹുമാനപ്പെട്ട സുഹൈബിനെ വല്ലാതെ ആദരിച്ചിരുന്നു. അതുപോലെ ആയത്തിറങ്ങിയ ആളാണ് മഹാനായ തൗബാൻ റളിയല്ലാഹു. എപ്പോഴും ആളുകൾ കണ്ടാൽ എപ്പോഴും അദ്ദേഹത്തിന് മെലിയ കൂടി നബിയോട് പറഞ്ഞു. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി എനിക്ക് വേറെ രോഗമൊന്നുമില്ല, ഇതൊരു പ്രേമരോഗം, എപ്പോഴും അങ്ങേ കാണും. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇനി മരിച്ചാൽ എനിക്ക് കാണാൻ കഴിയില്ലല്ലോ, നിങ്ങളെ കാണാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. സ്വർഗത്തിലാണെങ്കിലും ഞാൻ എങ്ങനെ ജീവിക്കും? കാരണം സ്വർഗത്തിലാണെങ്കിൽ ഞാൻ നരകത്തിലാണെങ്കിൽ അങ്ങയെ കാണാൻ എനിക്ക് സാധ്യമല്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. സ്വർഗത്തിലായാലോ
നിങ്ങൾ ഉന്നതമായ സ്ഥാനത്തല്ലേ. അല്ലാഹുമ്മ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജതർ റഫീഅ وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. അല്ലാഹു ആ ഹബീബിന്റെ ശഫാഅത്ത് നമുക്ക് നൽകട്ടെ. പുണ്യനബി തന്നെ പറഞ്ഞല്ലോ, ഇന്ന ഫിൽ ജന്നത്തിലെ മൻസില ലാ യലീഖു ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്. സ്വർഗ്ഗത്തിലൊരു സ്ഥാനമുണ്ട്, അത് എനിക്കല്ലാതെ ഒരാൾക്കും യോജിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. ഈ മനുഷ്യന്റെ കാര്യത്തിൽ തർക്കിക്കേണ്ടിയിരുന്നോ? ഈ മനുഷ്യന്റെ കാര്യത്തിൽ തർക്കിക്കേണ്ടിയിരുന്നോ? ഈ ഹദീസ് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ഫിൽ ജന്നതി ലമൻസില ലാ യലീഖു ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്. സ്വർഗ്ഗത്തിലൊരു സ്ഥാനമുണ്ട്, അത് എനിക്കല്ലാതെ ഒരാൾക്കും യോജിക്കുകയില്ലെന്ന് പുണ്യനബി ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു നൽകിയ സ്ഥാനത്ത്. അതുകൊണ്ട് ആ മുഅ്മിനീങ്ങളെ ഇനി ഞാൻ വിശദീകരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സൗബാൻ ഇത് പുണ്യനബിയോട് പറഞ്ഞപ്പോഴാണ്, നബിയെ എനിക്ക് അതുകൊണ്ട് ആലോചിച്ചിട്ട് എനിക്ക് വേദന കരയൽ വരിക, മനസ്സിന്റെ ഒരുക്കം കൊണ്ടാണ് ഞാൻ മെലിഞ്ഞു പോകുന്നതെന്ന് മഹാനായ സൗബാൻ. فنزل روح الأمين ملك جبرائيل ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. بحبه النبي صلى الله عليه وسلم. الله نافع علمنا ترته വർക്കം പറയും, അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ഒരു സ്വഹാബി ഒരു ഉദാഹരണം കൂടി പറയാ, ചിന്തിക്കാം. മുസ്തഫ നബിയെ ഇന്ന് നമ്മൾ ആചരിക്കുന്നതും പറയുന്നതും ഈ സ്വലാത്ത് ചെല്ലുന്നതും ചെല്ലിപ്പിക്കുന്നതും ഏറുന്നില്ല എന്ന് പറയുന്നവൻ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ സൗബാന്റെ വിശ്വാസം ചിന്തിക്കാം. ഇത് ഏതെങ്കിലും ഒരാളല്ല, പ്രഗൽഭ സ്വഹാബിയാണ്, പുണ്യനബിയുടെ സന്തത സഹചാരിയാണ്. വേറെ ഒരു സ്വഹാബി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി തങ്ങൾ ഒരു സംഭവം പറയുന്നുണ്ട്. ഇതേ ആയത്തിന്റെ വിശദീകരണം. ഒരു സഹാബി തോട്ടത്തിൽ കളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിവരം കിട്ടിയത്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട് എന്ന വിവരം കിട്ടി. അദ്ദേഹം തോട്ടത്തിൽ കളക്കുകയായി. കുട്ടിയുണ്ട്, ഫജാ ഇലൈഹി വലദുഹു യുഹർവിലു. കുട്ടി ഇങ്ങനെ പാഞ്ഞു വരുന്നുണ്ട്. അബി തൂഫിയ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് വഫാത്തായിട്ടുണ്ട്, ഉപ്പ റസൂലുള്ളാഹ് വഫാത്തായിട്ടുണ്ട്, റസൂലുള്ളാഹ് വഫാത്തായിട്ടോ എന്ന് പറയാൻ വേണ്ടി കുട്ടി പാഞ്ഞു വന്നു. فوضع معوله على الأرض فرفع يديه فنظر إلى السماء اللهم فقد بصري حتى لا أرى بعد محمد أبدا. ഇത് ഏതോ ആള് പറഞ്ഞതല്ല, ഒരു സഹാബി പറഞ്ഞത്. എവിടെണ്ട് തഫ്സീറുൽ കബീർ റഹ്മത്തുള്ള തോന്നിയത് പറഞ്ഞിട്ടില്ല ഈ സദസ്സിൽ. അല്ലാഹു തആല തോന്നിയത് പറയുന്നത് തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തമാശ പറയല്ല, ഇത് തമാശ പറയല്ല. ഈ സ്വഹാബി തന്റെ മൺവട്ടി താഴെ വെച്ചു. എന്നിട്ട് മൺവട്ടി താഴെ അങ്ങോട്ട് വെച്ചിട്ട് കൈ അങ്ങോട്ട് പൊക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഫഖിദ് ബസ്വരി, അല്ലാഹുമ്മ ഫഖിദ് ബസ്വരി ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ അബദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എന്റെ രണ്ട് കണ്ണും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകണമേ, കാഴ്ച നഷ്ടപ്പെട്ടു പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ ചിന്തിക്കണം, ഏറിയോ കുറഞ്ഞോ നമ്മളെ ഹുബ്ബ് നിങ്ങൾ പറയും. ഒരാളുണ്ടോ നമ്മളെ കൂട്ടത്തിൽ? ചിന്തിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, അതൊരു മൗമുറായ പ്രാർത്ഥനയൊന്നുമല്ല. പക്ഷെ ചിന്തിക്കാൻ പറയാം, ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. അല്ലാഹുവേ, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകണമേ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ഈ കണ്ണുണ്ട് ഇനി കാണാൻ കഴിയില്ലല്ലോ, ഇനി എനിക്കൊരാളെയും കാണണ്ട എന്ന് സ്വഹാബി പ്രാർത്ഥിച്ചു. അവിടേക്ക് എത്തുമോ നമ്മൾ? അതുകൊണ്ട് ഹബീബിന്റെ കാര്യത്തിൽ തർക്കിച്ചു പോകരുത്. ഹബീബിനെ ആര് ആദരിച്ചോ, തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കൽ സുന്നത്താകുന്നു. ചിന്തിക്കും,
ഒന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കും. ആർക്കാ നോമ്പ്? അള്ളാഹുവിനല്ലേ. പക്ഷേ തിങ്കളാഴ്ച നോക്കുന്നത് ബിഫറഹി മൗലിദി റസൂലില്ലാഹ്. ഈ മനുഷ്യന്റെ കാര്യത്തിൽ തർക്കിക്കണം. തിങ്കളാഴ്ച നോമ്പ് വെക്കൽ സുന്നത്ത. പുണ്യ നബിയോട് തന്നെ ചോദിക്കുകയും ചെയ്തു. സുഇല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇത്നൈനി. സ്വഹീഹ് മുസ്ലിം. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോന്നിയത് പറയണ്ട. ഫഖാല, എന്തിനാണ് നബിയെ തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നത് എന്ന് പുണ്യ നബിയോട് ചോദിക്കപ്പെട്ടു. ഫഖാല, പുണ്യ നബി മറുപടി പറഞ്ഞു, ഫീഹി ഉലിതു, അന്ന് എന്നെ പ്രസവിച്ച ദിവസമല്ലേ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. റഹ്മത്തുൽ ലിൽ ആലമീനെ നമുക്ക് ലഭിച്ച ദിവസം തിങ്കളാഴ്ച. ഒരു തിങ്കളാഴ്ചയല്ല, എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്താ. പുണ്യ നബിയോടുള്ള ആദരവിന് പരിധിയുണ്ടോ? നിങ്ങൾ പറയേ. ഈ ലോകത്ത് ഒരു അബ്ദിന് രണ്ടാളാണ് ഏറ്റവും ബന്ധപ്പെട്ടത്. രണ്ടാൾ. അത് ബാപ്പയെക്കാളും ഉമ്മയെക്കാളും ആരെക്കാളും രണ്ടാളാണ് ഒരു അബ്ദിന് ഏറ്റവും ബന്ധപ്പെട്ടത്. രണ്ടാളാകുന്നു. ഒന്നാരാ? وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ. കണ്ട നാടിയേക്കാൾ അവന്റെ അടുത്ത് നിൽക്കുന്ന അവന്റെ റബ്ബ് ഒന്ന്. മനസ്സിലാവണില്ലേ? വലഖദ് സൂറത്തു ഖാഫ് وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ. കണ്ടനാടിയേക്കാൾ അവന്റെ അടുത്ത് നിൽക്കുന്ന അവന്റെ റബ്ബിന്റെ പല്ലേ. മനസ്സിലാവുന്നില്ലേ? വേറെയും പറഞ്ഞിട്ടുണ്ട്. فَلَوْلَا إِذَا بَلَغَتِ الْحُلْقُومَ وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولا تبصرون. ഒരാളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഒന്നാമതായി അല്ലാഹുവാണ്, റബ്ബാണ്. അവന്റെ സാമീപ്യം, അവന്റെ തൃപ്തിയോടെ അവൻ നമുക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് നൽകട്ടെ. പിന്നെ ഒരാൾ കൂടിയുണ്ട്. ഖാലിഖായ റബ്ബിന് നമ്മളെ അടുത്തവനാകാം. അവൻ നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ടവനാകാം. സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? അവനല്ലേ പടച്ചിട്ടുള്ളത്, അവനല്ലേ മുന്നൊഴിമ്, അവനല്ലേ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, അവനല്ലേ പിതാവിന്റെ മുതുകിൽ ബീജത്തെ നിക്ഷേപിച്ചത്, അവനല്ലേ മാതാവിന്റെ ഗർഭപാത്രത്തെ സജ്ജീകരിച്ചത്. എല്ലാം അവനാകാം. പക്ഷെ ഒരു മഖ്ലൂഖ് കൂടി മറ്റാരെക്കാൾ നമ്മോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതാരാ? അന്നബിയു أولى بالمؤمنين من أنفسهم وأزواجهم أمهاتهم. ഇതൊന്നും വെറുതെ ഇറങ്ങിപ്പോകും എന്ന് നിങ്ങൾ കരുതണ്ട. അന്ത്യനാൾ വരെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് ഇകഴ്ത്താൻ ശ്രമിച്ചാലും അവർക്കെതിരെ നാം സന്ധിയില്ലാതെ സമരം ചെയ്യുക തന്നെ ചെയ്യും. അതിന് ഒരു ശംസുൽ ഉലമ നഷ്ടപ്പെട്ടു, ഒരു കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുമുല്ലാഹ്, ഒരു നാട്ടിക മൂസ മുസ്ലിയാർ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് അവരോടുകൂടെ ഇനി ആ സാമ്രാജ്യത്തിൽ കയറിയിരിക്കാമെന്നൊന്നും കരുതണ്ട. ആ മഹത്തുക്കളായ ആരിഫീങ്ങളും നേതാക്കളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട ജനത ആ കർമ്മം നിർവഹിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനെന്നെ മരിച്ചു കിട്ടിയാൽ ഇവിടെ വിളയാടാമെന്നാണ് ചിലർ ധരിക്കുന്നത്. എന്നാൽ ഞാൻ മരിച്ചതുകൊണ്ടൊന്നും നിങ്ങളെ പ്രശ്നം തീരില്ല. ഒരു ശാഫിഈ മരിച്ചാൽ 1000 ശാഫിഈകൾ ആ മരണത്തിൽ നിന്ന് ഉയിർക്കൊള്ളുമെന്ന് പറഞ്ഞു ഇമാമുന ശാഫിഈ. വളരെ വിനയത്തോടെയാണ് എനിക്ക് എന്റെ സഹോദരങ്ങളോട് ഇത് പറയാൻ. മുസ്തഫ നബിയെ അനാദരിക്കുന്ന ഒരു കാര്യത്തെയും വിടില്ല. അള്ളാഹു ഹബീബിനെയോ ഹബീബിന്റെ കുടുംബത്തെയോ അതും ആ കൂട്ടത്തിലുണ്ട്. ولو كان ذنبي حب آل محمد فذلك ذنب لست عنه واتوب.
ولو كان ذنبي حب آل محمد فذلك ذنب لست عنه أتوب. എല്ലാവരും എന്നിൽ കാണുന്ന കുറ്റം ഞാൻ നബി കുടുംബത്തെ സ്നേഹിച്ചതാണെങ്കിൽ ഞാൻ തൗബ ചെയ്യില്ല, ഞാൻ ആ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന് പറഞ്ഞു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹു ആ ബോധം നമുക്ക് നൽകട്ടെ. എന്തിനെ സ്നേഹിക്കാതിരിക്കും? അസ്ബതുകും അലസ്സിറാത്തി അസ്ബതുകും അലസ്സിറാത്തി അഹബ്ബുകും അഹ്ല ബൈതി. പുണ്യ നബി പഠിപ്പിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സിറാത്ത് പാലത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ എന്റെ അഹ്ലു ബൈത്തിനെ ഏറ്റവും സ്നേഹിക്കുന്നവരാണെന്ന് പുണ്യ നബി. സിറാത്ത് പാലത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗം പുണ്യനബിയുടെ കുടുംബത്തെ സ്നേഹിക്കാം. അതുകൊണ്ടല്ലേ സയ്യിദുനാ ഹുസൈന്റെ താടി ഇങ്ങനെ പിടിച്ചു റസൂലുള്ളാഹി. എന്നിട്ട് പറഞ്ഞു, ഹാദാ ഹുസൈനു ഹാദാ ഇബ്നി മൻ ഹാദാ വലദി ഹാദാ ഹുസൈൻ ഹാദാ വലദി മൻ അഹബ്ബ ഹുസൈനൻ അഹബ്ബഹുല്ലാഹ്. ഇതിന്റെ ഹുസൈനാണ്. ഹുസൈൻ ആര് സ്നേഹിച്ചാലും അല്ലാഹു ആ ഹുസൈനെ അയാളെ സ്നേഹിക്കുമെന്ന് പുണ്യനബി. എന്നിട്ടും മനുഷ്യർ ക്രൂരത കാട്ടി. ആ മനുഷ്യനുണ്ട് ഒരിറ്റ് വെള്ളനീർ, ഒരിറ്റ് ജലം, അതാ സമുദ്രം പോലെ ഒഴുകുന്ന യൂഫ്രട്ടീസിൽ നിന്ന് ഇതാ സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ അല്ലാഹുവിന്റെ മാർഗത്തിലിറങ്ങിയ മഹാനായ ഹുസൈൻ അർശ് സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ സയ്യിദുനാ ഹുസൈൻ. അതാ വെളിപ്പാടകലെ കണ്ണിന്റെ മുന്നിലാണ് യൂഫ്രട്ടീസ്. ആ കാണുന്ന യൂഫ്രട്ടീസ് അതാ സമുദ്രം പോലെയുണ്ട് യൂഫ്രട്ടീസ്. എനിക്ക് വേണ്ട, എന്റെ ഭാര്യയ്ക്ക് വേണ്ട, എന്റെ ഈ പെടയുന്ന ഏറ്റവും ചെറിയ കുഞ്ഞിന് ഒരൊറ്റ തുള്ളി വെള്ളം, ജലമെങ്കിലും ആ യൂഫ്രട്ടീസിൽ നിന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ക്രൂരനായ മനുഷ്യൻ അമ്പയുകയും ഹുസൈന്റെ മകനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ചിന്തിക്കണം. എന്നിട്ട് മനുഷ്യൻ ചെയ്തു. കാരണം മനുഷ്യൻ സ്വാർത്ഥിയാണ്. മനുഷ്യന്റെ സ്വാർത്ഥത നബി കുടുംബത്തെയും അവൻ ദ്രോഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു മുഹമ്മദ് നബിയാണ്. ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടത് മുഹമ്മദ് നബിയാണ്. മുസ്തഫ നബിയാണ് എനിക്ക് എന്നെക്കാൾ വലുത് മുഹമ്മദ് നബിയാണ്. അതുകൊണ്ടല്ലേ ഈ ബോധമുള്ള മനുഷ്യനാണ് ലോകം കണ്ട ഏറ്റവും വലിയ മുഅ്മിൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്തിനു പറയേണ്ടു? എന്തിനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഏറെ പറയേണ്ടത്? മരിളൽ ഹബീബു ഫഅതുഹു ഫമരിൽതു മിൻ അസഫി അലൈഹി ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫിതു മിൻ നളരി ഇലൈഹി. സിദ്ദീഖുൽ അക്ബറിന്റെ കാവ്യാണ്. മരിളൽ ഹബീബു ഫഅതുഹു ഫമരിൽതു മിൻ അസഫി അലൈഹി ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫിതു മിൻ നളരി ഇലൈഹി. പുണ്യ നബിക്ക് രോഗം കാണാൻ ചെന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. രോഗിയെ കിടക്കുന്ന കാണാൻ ഞാൻ ചെന്നു. സിദ്ദീഖുൽ അക്ബർ പറയാ, മരിളൽ ഹബീബു ഫഅതുഹു ഫമരിൽതു മിൻ അസഫി അലൈഹി. ആ വേദന കണ്ടപ്പോൾ എനിക്കും രോഗമായി. എനിക്കും പകർച്ചവ്യാധിയല്ല, സ്നേഹം. ചിന്തിക്ക്, അവിടേക്ക് എത്തുമോ നമ്മൾ ആരെങ്കിലും? എന്നിട്ടാണോ ഏറിപ്പോയി എന്ന് പറയേണ്ടത്? ഏറിപ്പോയി എന്ന് പറയാൻ കാരണം ഈമാനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈമാൻ ഹലാവയാകണമെങ്കിൽ അതിന് 3 കാര്യങ്ങൾ വേണം. 1, മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിനോടും റസൂലിനോടും ഈ ലോകത്ത് എന്തിനേക്കാളും സ്നേഹമുണ്ടാവുക. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതല്ലേ അബൂ ഉബൈദ ബാപ്പ വന്നിട്ട് ചീത്ത പറഞ്ഞു അബൂ ഉബൈദയെ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിൽ വന്ന ബാപ്പ ചീത്ത പറഞ്ഞു. മിണ്ടിയില്ല. ബാപ്പയല്ലേ മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാൻ ചീത്ത പറഞ്ഞു. അപ്പോഴും മിണ്ടിയില്ല. ഉമ്മാനെ ബാപ്പാക്ക് ചീത്ത അറിയാലോ, ഉമ്മാന്റെ ഭർത്താവല്ലേ, ചീത്ത പറഞ്ഞോട്ട് മിണ്ടിയില്ല.
ജറാഹ് കൊടിയ മുശിരിക്ക, ചീത്ത പറഞ്ഞ അസഭ്യം മുഴുവനും വിളിച്ചു പറഞ്ഞു. ജറാഹ് മിണ്ടിയില്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നു. അബൂ ഉബൈദയെ ഇറക്കണം, അതിനുവേണ്ടി കാത്തിരിക്കുക വാപ്പ. കുറെ കഴിഞ്ഞപ്പോ ജറാഹിന് മനസ്സിലായി ഇനി അടവ് മാറ്റാം. ഫസബ്ബ റസൂലല്ലാഹ്, ഉടനെ പുണ്യ നബിയെ ആക്ഷേപിച്ചു, ചീത്ത പറഞ്ഞു. സ്വഹാബത്ത് പറയുകയാണ്, റഅയ്നാ വസ്ബത ബിഉബൈദ ثم റഅയ്നാ റഅസ ബിഹി ഫീ യദിഹി. ഞങ്ങൾ അബൂ ഉബൈദ ഒന്ന് ചാടുന്നത് കണ്ടു, പിന്നെ നോക്കുമ്പോൾ അബൂ ഉബൈദയുടെ കയ്യിൽ ബാപ്പയുടെ തലയാണ്. എന്തുകൊണ്ട്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഇതാണ് മുഹമ്മദ് നബി. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. വർക്ക പറയാ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇതന്നെ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത്. ഞാൻ നബിയെ കാണാൻ ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, രോഗമായി കിടക്കണപ്പോ എന്റെ മനസ്സ് ആദ്യമായി ഞാൻ വീട്ടിൽ വന്നു, ഒറ്റ കട്ടിൽ കയറി കിടത്താം, എനിക്കും രോഗമായി. ആ വേദന കണ്ടപ്പോ എനിക്കും രോഗമായി. ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈഹി. ഹബീബിന്റെ രോഗം മാറി, അന്വേഷിച്ചു. എവിടെ സിദ്ദീഖ്, എവിടെ സിദ്ദീഖ്? ആളുകൾ പറഞ്ഞു, നബിയെ നിങ്ങൾ ദീനം കണ്ടുപോയി കിടന്നതാണ്, എനിക്കൊന്ന് കാണണമല്ലോ. ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈഹി. ഹബീബിന്റെ രോഗം മാറി, ഹബീബ് എന്നെ കാണാൻ വന്നു. ഫശുഫീതു മിൻ നളരി ഇലൈഹി. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്റെയും രോഗം മാറി. കട്ടിലിന്റെ അടുത്ത് മുസ്തഫാ നബി ഒന്നാണ് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ ആ തേജസ്സാർന്ന മുഖം ഞാനൊന്ന് കണ്ടു. ഫശുഫീതു, എനിക്കും രോഗം മാറി. സുബ്ഹാനല്ലാഹ്. ഈ ബോധം മലബാരികൾക്കുള്ള കാലത്തോളം മലബാരികളുടെ ബറക്കത്ത് അസ്തമിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെയും കടന്നു കയറിയിട്ടും കാര്യമില്ല. എന്തൊക്കെ ഉരുപ്പടികൾ കൊണ്ടും സന്നാഹം കൊണ്ടും ഈ മഹാപത്മവ്യൂഹത്തെ ആര് ഭേദിക്കാൻ ശ്രമിച്ചാലും അവർ മടങ്ങേണ്ടി വരും. കാരണം മലബാരികളുടെ ഇസ്സത്തിന്റെ മോമിനീങ്ങളായ കൃഷിവലന്മാരും പാവപ്പെട്ട കൂലി തൊഴിലാളികളുമായ പാവപ്പെട്ട ഈ മോമിനീങ്ങളുടെ ഇസ്സത്തിന്റെ അടിസ്ഥാനം മുസ്തഫാ നബിയോടുള്ള സ്നേഹം തന്നെ. അതെ, وأجمل منك لم ترى قط عيني وأحسن منك لم تلد النساء. എങ്ങനെ സ്നേഹിക്കാതിരിക്കും? وأجمل منك لم ترى قط عيني وأحسن منك لم تلد النساء. ആര് പറഞ്ഞു? സയ്യിദു ശുഅറാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാന്റെ കവിത, ഹസ്സാന്റെ കവിതയാണ്. സിരീൻ എന്നായിരുന്നു. സിരിനെ പുണ്യനബി ഹിബത്ത് കൊടുത്തു, ഹദിയ കൊടുത്തു. ആർക്ക്? ബഹുമാനപ്പെട്ട ഹസ്സാൻ. കാരണം വഅജ്മല മിൻക ലം തറാ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദിൻ നിസാഉ. നിങ്ങളെക്കാൾ ഒരു സുന്ദരനെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നബിയേ. നിങ്ങളെക്കാൾ ഒരു ഭംഗിയുള്ള ഒരാളെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അതിന് കാരണം ഒന്ന്. പിന്നെ പുണ്യനബി സുന്ദരൻ തന്നെ. സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം ഹുബ്ബ. അതാണ്ട് ലൈലയുടെ വീട്ടിന്റെ ചുമരുകൾ പോയി, മതിൽ ചുമരുകൾ പോയി ചുംബിക്കുമായിരുന്നു ഖൈസ്. മതിലിനെ പോയി അവിടെ ഇവിടെയും ചുംബിക്കും. അറബ് ലോകത്തെ അക്കാലത്തെ പ്രഗത്ഭ കവിയാണ് ഖൈസ്. ആളുകൾ ചോദിച്ചു, എന്താ ഖൈസ്, നിനക്ക് ഭ്രാന്തുണ്ട്? ഇന്റെ കൽബും ഇന്റെ കണ്ണും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ഭ്രാന്തോ? എന്തുകൊണ്ട്? ഈ മതിലിനോടല്ല എനിക്ക് സ്നേഹം, ഈ മതിലിന്റെ ഉള്ളിൽ പാർക്കുന്ന എന്റെ ലൈലയോടാണ്. സ്നേഹത്തിന് അതിരില്ല, സ്നേഹത്തിന് അതിരില്ല, ഒരിക്കലും അതിരില്ല. അതിരില്ലാതെ അത് ആത്മപീയൂഷം പോലെ അങ്ങനെ ഒഴുകും. അതാ സ്നേഹം. അതാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്ഹാബുൻ നബിയെ കാണിച്ചിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കുന്നു. ഈ ഹുബ്ബ് നമ്മുടെ കൽബിൽ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. ബിഹുബ്ബി റസൂലില്ലാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടേ നേടിയിട്ടുള്ളൂ. ലോകത്ത് മുഴുവൻ നേടിയവര് മുഴുവനും ഹബീബിനെ കൊണ്ട് നേടിയതാകുന്നു. ആരാ ഹബീബിനെ കൊണ്ടല്ലാതെ നേടിയത്?
എല്ലാം മുസ്തഫ നബിയെ കൊണ്ട് നേടിയതാ. നേടിയവർ മുഴുവനും ഹബീബിനെ കൊണ്ട് നേടിയതാകുന്നു. ഏതൊരാൾ നേടിയിട്ടുണ്ടെങ്കിലും ഹബീബ റസൂലുള്ളാഹിനെ കൊണ്ട് നേടിയവരാ എല്ലാം. എന്തിന്? 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ കവിയല്ലേ? ഏറ്റവും പ്രഗത്ഭനായ 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ കവി സർ മുഹമ്മദ് ഇഖ്ബാലാണെന്നാണ് പ്രഗത്ഭാഭിപ്രായം. 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട പ്രഗത്ഭനായ ദർശനമുള്ള ഏറ്റവും പ്രഗത്ഭനായ കവി സർ മുഹമ്മദ് ഇഖ്ബാലാണെന്നാണ് പലരുടെയും പ്രധാനപ്പെട്ട അഭിപ്രായം. എന്തുകൊണ്ടാണ് നേടിയത്? എന്താ നേടിയത്? റവായയിൽ ബഹുമാനപ്പെട്ട നദ്വി സാഹിബിനെ കാണാൻ പോയ ഒരവസ്ഥ മഹാനായ അല്ലാമ അബുൽ ഹസൻ അലി അൻ-നദ്വി പറയുന്നുണ്ട്. നദ്വി സാഹിബ് പറയുന്നുണ്ട്, താൻ ബഹുമാനപ്പെട്ട ഇഖ്ബാലിനെ കാണാൻ പോയ ഒരു അനുഭവം. ലാഹോറിലായിരുന്നു ഇഖ്ബാലിനെ രോഗിയാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കാണാൻ പോയി. ഞങ്ങളൊന്ന് 2 ആളുകൾ കാണാൻ പോയി. ആ രംഗം വിവരിക്കുന്നുണ്ട്. ഇഖ്ബാലിനെ കാണാൻ ചെന്നു. ഇഖ്ബാൽ രോഗിയായി കിടക്കാണ്. മിണ്ടാൻ വരെ വയ്യായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം. എണീറ്റ് വെള്ളം വിരിച്ച ആ വിരിപ്പിൽ അദ്ദേഹം എണീറ്റിരുന്നു. ഞങ്ങളോട് തുരുതുര സംസാരിച്ചു. മിണ്ടരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളെ കണ്ടപ്പോൾ വലിയ സന്തോഷം. അദ്ദേഹം സംസാരിച്ചു. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു. ഇന്ന് പോണ്ട, ഇന്ന് ഇവിടെ ഇരിക്കുക, ഇന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തി. ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങളെ വർത്താനം മദീനന്റെ അവിടെ കണ്ടെത്തി. فسكت إقبال فهنى إقبال فبكى إقبال وبكينا معه. നബി സാഹിബിന്റെ ചടുലമായ സാഹിത്യം. നബി സാഹിബ് പറയാണ്, ഞങ്ങൾ പറഞ്ഞ് വസൽനാ ഇലൽ മദീന, ഞങ്ങൾ പറഞ്ഞ് മദീനയിലേക്ക് എത്തി. അപ്പോൾ ഫസക്കത ഇഖ്ബാൽ, ഇഖ്ബാൽ മണ്ടാട്ടം നിർത്തി. ഫഹന്ന ഇഖ്ബാൽ, പിന്നെ തേങ്ങാൻ തുടങ്ങി. ഫബകാ ഇഖ്ബാൽ, പിന്നെ കരയാൻ തുടങ്ങി. വബകൈനാ മഅഹു, ആ മനുഷ്യന്റെ ഒപ്പം ഇരുന്നിട്ട് ഞങ്ങളോട് കരഞ്ഞു. മദീന എന്ന് പറയാൻ വയ്യായിരുന്നു സർ മുഹമ്മദ് ഇഖ്ബാൽ. ചിന്തിക്കണം. കേംബ്രിഡ്ജിൽ പഠിച്ച ആളാണ്. വിദ്യാഭ്യാസം കൊണ്ട് ഹുബ്ബുൻ നബി പോവാണെങ്കിൽ മോനെ ആര് പോകേണ്ടത്? ഇഖ്ബാലിനല്ലേ. വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം കൊണ്ടും ആധുനിക ശാസ്ത്രത്തിന്റെ ഗവേഷണ പഠനങ്ങൾ കൊണ്ടും ഒരാള് സുന്നത്തിയമായിട്ടെന്ന് മാറുകയാണെങ്കിൽ വേണ്ടത് ഇഖ്ബാൽ. അങ്ങനെ പോവല്ലേ? അയാളെ പോലത്തെ ഒരു വിദ്യാർത്ഥി ലോകത്ത് എന്റെ മനുഷ്യനുണ്ടായത്. അതൊക്കെ ഒരു വാക്കാ. ഇഖ്ബാൽ പറഞ്ഞ വാക്ക. അതൊക്കെ വാക്കാ. അതൊക്കെ ഒരു വാക്കാ. 1.5 വർത്താനാണ്. അതൊരു വർത്താനം. ഇഖ്ബാൽ പറഞ്ഞത്, دخلت في بطون الغرب وخرجت منها كما خرج إبراهيم من نار نمرود. ഞാൻ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോയി. അവിടെ പോയി പഠിച്ചു. എന്നിട്ട് ആ രാജ്യത്ത് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഇബ്രാഹിം അഗ്നിയിൽ നിറങ്ങിയതുപോലെ ഇറങ്ങിയതാണ് അലൈഹിസ്സലാത്തു വസ്സലാം. എന്താശയാണ് പറഞ്ഞത്? അർത്ഥത്തിന്റെ ഒരു ലോകമാണ് പറയുന്നത്. ഒന്ന്, ഇബ്രാഹിം തന്റെ ത്യാഗം, തന്റെ വിശ്വാസം നിലനിർത്താൻ എന്ത് ത്യാഗം ചെയ്തോ ആ ത്യാഗമാണ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നത് എന്നൊരർത്ഥം. ഏറ്റവും ബലിഷ്ഠമായ അർത്ഥം, അഗ്നിയിൽ നിന്നിറങ്ങി വന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ ഒരൽപ്പം അഗ്നിസ്പർശം ഏൽക്കാത്തതുപോലെ പടിഞ്ഞാറ് നിറങ്ങി വന്ന എന്നിൽ പടിഞ്ഞാറിന്റെ ഒരംശം പോലും സ്വാധീനം ചെലുത്തിയിട്ടില്ല. എന്തുകൊണ്ട്? ബിഹബ്ബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബിയാണ് എന്നെ കാണിച്ച് മാർഗം കാണിച്ചത്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മദീന എന്ന് പറയാൻ വയ്യ. എങ്ങനെ മദീന എന്ന് പറയും? എങ്ങനെ മദീന എന്ന് പറയൂല മോമിൻ. മദീന എന്ന് മോമിന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്റെ മദീന ഹബീബായ റസൂലുള്ളാഹി, മദീന എന്ന റസൂലുള്ളാഹിക്ക് എത്ര ഇഷ്ടം. മദീനയിലെ പർവ്വതം പോലും നടന്നു പോയപ്പോഴല്ലേ പറഞ്ഞത്, അതാ ഉഹുദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഈ പർവ്വതത്തിന് ഇന്ന ഇഷ്ടം, എനിക്ക് അതിനെ ഇഷ്ടം. ഹുബ്ബ് എന്നത് ഒരു നിലക്ക് കൽബിൽ നിന്നും അഖലിൽ നിന്നും ഉണ്ടാവുന്നതാ. ഒരാൾക്ക് ഹുബ്ബ്, സ്നേഹം ഉണ്ടാകണമെങ്കിൽ അതിന് ഹൃദയം വേണം. ഇല്ലേ? ബുദ്ധി വേണം. അല്ലെ? ബുദ്ധിയും ഹൃദയം ഉണ്ടായാലല്ലേ എന്തുണ്ടാകൂ? സ്നേഹം ഉണ്ടാകൂ.
ഹരാ ഉഹുദുൻ ഹരാ ഉഹുദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഈ പർവ്വതത്തിന് എന്നെ സ്നേഹമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പർവ്വതത്തിന് എന്നെ ഇഷ്ടമാണ്. ഈ കാണുന്ന പർവ്വതത്തിന് എന്നോട് ഇഷ്ടമാണ്. എനിക്കറിയാം എത്ര എത്ര കല്ലുകളെ എനിക്കറിയാം. ആ കല്ലുകൾ തുസല്ലിമു അലയ്യ, എന്റെ നുബുവത്തിന്റെ മുമ്പ് പോലും എനിക്ക് സലാം പറഞ്ഞിരുന്നു എന്ന് പുണ്യ നബി. നമ്മളിൽ ചില ആളുകളെങ്കിലും ചിന്തിച്ചത് നുബുവത്ത് കിട്ടിയിട്ടും ഒരു പോസ്റ്റ്മാന്റെ സ്ഥാനമുള്ളേ ഉള്ളൂ എന്നാണ്. എന്നാൽ കല്ല് നുബുവത്തിന് മുമ്പ് തന്നെ പുണ്യ നബിക്ക് സലാം പറഞ്ഞു. എവിടെ ഉണ്ട് ഹദീസ്? സ്വഹീഹ് മുസ്ലിം. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തമാശ പറയാൻ ഞാൻ സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തി. എനിക്കറിയാം കല്ല്. കാനത്തിൽ അഹ്ജാറു തുസല്ലിമു അലയ്യ ഖാല റസൂലുള്ളാഹി. കല്ല് എനിക്ക് സലാം പറഞ്ഞിരുന്നു. ഞാൻ പോയപ്പോഴൊക്കെ കല്ല് സലാം പറഞ്ഞിരുന്നു. വൽ വഹിഷു والأشجار قد سجدت له وعليه قد سلمنا بعد تشهدي وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد. ഇങ്ങനെ ഒരു മോൻ വന്നിട്ടുണ്ടോ ഈ ഭൂമിയിൽ? ആ മനുഷ്യന്റെ കാര്യത്തിൽ തർക്കിക്കണം. മൂസാ നബിയുടെ കഥ പറഞ്ഞിരിക്കുകയാണ് അസ്ഹാബുൻ നബി. മൂസാ നബി വലിയ മഹാനായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. എല്ലാം കഴിഞ്ഞപ്പോ പറഞ്ഞു ശരിയാണ്, വലിയ മഹാനായിരുന്നു. പക്ഷേ ലൗ കാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലാ ഇത്തിബാഇ. നിങ്ങളാ പറഞ്ഞ മൂസ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ പിന്നാലെ നടക്കുകയല്ലാതെ നിർവാഹമില്ല. പുണ്യ നബി പറഞ്ഞു. ശ്രദ്ധിക്കുന്നുണ്ടാ? ചിന്തിക്ക്. ലോകം കണ്ട മഹാനല്ലേ സയ്യിദ്നാ മൂസ. പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാസിത്തയില്ലാതെ അള്ളാഹു നുബുവത്ത് കൊടുത്ത ഒരേ ഒരു നബി സയ്യിദ്നാ മൂസ. എല്ലാ നബിമാരെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴിയാണ് കൊടുത്തത്. ഇതോ ഹൽ അതാക ഹദീസ് മൂസ ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ اذهب إلى فرعون هل أتاك حديث موسى إذ ناداه ربه بالوادي المقدس طوى. തുവാ ചെരുവിൽ വെച്ച് മലഞ്ചെരുവിൽ അള്ളാഹു നേരിട്ട് വിളിച്ച് നുബുവത്ത് കൊടുത്ത ആളാണ് സയ്യിദ്നാ മൂസ. ആ മൂസാ നബിയെ പറ്റി പറഞ്ഞു ലൗ കാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലാ ഇത്തിബാഇ. നിങ്ങളാ പറയുന്ന മൂസാ നബി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ പിന്നാലെ നടക്കുകയല്ലാതെ നിർവാഹമുണ്ടായിരുന്നില്ല. നിങ്ങളെന്ന് പറയും മോമിനീങ്ങളെ. ഇനി നിങ്ങൾ പറയുന്നത് സലാത്ത് ചെല്ലണോ? നിങ്ങൾ പറയും സലാത്ത് ചെല്ലുന്ന ഒരു ഭൂമിയെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. സലാത്ത് ചെല്ലുന്ന ഒരു ഭൂമിയുണ്ടാവുന്നത്, അത് ചെല്ലും. ഈമാനുണ്ടെങ്കിൽ, ഖൽബിലേക്ക് ഈമാനുണ്ടെങ്കിൽ അത് ചെല്ലിയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും പുണ്യ നബിയുടെ മദീനയെ ഇഷ്ടപ്പെട്ടവനെ വരെ അള്ളാഹു ഇഷ്ടപ്പെടും. നോക്കൂ, പുണ്യ നബിയെ എന്റെ മദീന. മാമിൻ സിക്കത്തിൻ മിൻ സിക്കക്കിൽ മദീന ഇല്ലാ വഫീഹൽ മലായിക. ഭൂമിയിൽ മലക്കുകൾ പാറാവ് നിൽക്കുന്ന ഒരേ ഒരു അങ്ങാടി മദീനയാണ്, മദീനത്തു റസൂലില്ലാഹി. മാമിൻ സിക്കത്തിൻ മിൻ സിക്കക്കിൽ മദീന ഇല്ലാ വഫീഹൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലെത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തിനാ കേൾക്കുന്നത്? എന്തിനാ? മൻ ഖദ അഹ്ലൽ മദീന അൻമാ കമാ യൻമാഉൽ മിൽഹു ഫിൽ മാ. മദീനക്കാരെങ്കിലും ചതിച്ചാൽ അവൻ വെള്ളത്തിൽ ഉപ്പ് ഉരുകും പോലെ ഉരുകിത്തീരുമെന്ന് ഖാല റസൂലുള്ളാഹി. ഞാൻ കിടക്കുന്ന മണ്ണാണത്. മനസ്സിലായോ? മദീനക്കാരെ ആരും ചതിക്കരുത്, വളരെ പേടിക്കണം. ആരെങ്കിലും മൻ ഖദാ അഹ്ലൽ മദീന അൻമാ കമാ യൻമാഉൽ മിൽഹു ഫിൽ മാ. വെള്ളത്തിൽ ഉപ്പ് ഉരുകും പോലെ അയാൾ ഉരുകിത്തീരുമെന്ന് പുണ്യ നബി. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. എന്തിന്
പുണ്യ നബി പറഞ്ഞു, ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ഹുജ്റതിഹാ. അല്ലാഹു തആല ഈമാൻ നിലനിർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പുണ്യ നബി പഠിപ്പിച്ചു. ആരെങ്കിലും പുണ്യ നബി പഠിപ്പിച്ചു, ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ഹുജ്റതിഹാ. മദീനയുടെ മഹത്വം പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി എത്രയാ പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും മദീനയെ ചതിച്ചവരെ അള്ളാഹു ചതിക്കും. മദീനക്കാരെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ അള്ളാഹു അവരെ വിഷമിപ്പിക്കും. മദീന എന്റെ രാജ്യമാണ്. ആരെങ്കിലും മദീനയെ ചതിച്ചാൽ അള്ളാഹു അവരെ ചതിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മൻ ഇസ്തതാഅ അൻ യമൂത ബിൽ മദീന ഫൽയമുത് ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമാണ് നാം പറഞ്ഞു വന്നത്. യാതൊരു സംശയവുമില്ല ഈ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തരമായ ഈ ആദരവിനെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. മദീനക്ക് പോലും, പുണ്യ നബി കിടക്കുന്ന മദീനക്ക് പോലും മൻ ഇസ്തതാഅ അൻ യമൂത ബിൽ മദീനതി ഫൽയമുത് ബിഹാ. ആരെങ്കിലും മദീനയിൽ പോയി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മരിച്ചുകൊള്ളട്ടെ. മദീനയിൽ പോയി മരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരാൾക്ക് നല്ലതാണ്. മദീനയിൽ മരിക്കാൻ കഴിയുമെങ്കിൽ പോലും. കാരണം ഹബീബായ റസൂലുള്ളാഹി കിടന്നിറങ്ങുന്ന മണ്ണാണ്, അത്രയും പ്രധാനപ്പെട്ടതാണ്. ആ മണ്ണിനെ ഏതൊരു മുഅ്മിനായ മനുഷ്യനും കൊതിക്കേണ്ടതാണ്. മുഅ്മിനീങ്ങൾ, ഞാൻ നീട്ടുന്നില്ല. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആന്റെ വചനമാണ്. ശ്രദ്ധിക്കുക, എന്റെ കൂടെ അങ്ങോട്ട് വരിക എല്ലാവരും. ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്, എല്ലാവർക്കും ഈ ആയത്തിൽ പാഠവുമുണ്ട്. ഒന്നിന്റെ കൂടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വ്യാഖ്യാനം കേട്ടോളൂ, നല്ല പോലെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കിക്കോളൂ കേട്ടോളൂ. ഈ ആയത്ത് ഖുർആനിലെ ഒരു വേറിട്ട വചനമാകുന്നു. ഈ വചനം ഒരു വേറിട്ട വചനമാണ്. ഇതിന്റെ ശൈലി ഒരു വേറിട്ട ശൈലിയാണ്. ഒന്ന് ശ്രദ്ധിക്കണം, ഒന്നിന്റെ കൂടെ വരണം, നല്ല പോലെ മനസ്സിലാക്കണം ഈ പറഞ്ഞത്. ഇതൊരു വേറിട്ട രീതിയിലാണ് ആയത്. എന്താ പറയുന്നത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. ആയത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാ. ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ മലക്കുകളും പുണ്യ നബിയുടെ മേൽ സ്വലാത്ത് പറയുന്നു. യാ അയ്യുഹല്ല, പോയിന്റ് നമ്പർ 1. ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന ഭാഗം ആയത്തിന്റെ ആമുഖത്തിലാണ് വരിക. മനസ്സിലായില്ല? മനസ്സിലാവുന്നുണ്ടോ? ഇത് യാ അയ്യുഹല്ലദീന ആമനുവിനെ കൊണ്ടിട്ട് ആയത്തിന്റെ മധ്യത്തിൽ കയറ്റി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു ആമിനു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ. ഇത് യാ അയ്യുഹല്ലദീന ആമനുവിനെ കൊണ്ടിട്ട് ആയത്തിന്റെ മധ്യത്തിൽ കയറ്റി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു ആമിനു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ദിക്രില്ലാഹി വദറുൽ ബൈഅ. ആയത്തിന്റെ ആമുഖത്തിലാണ് എപ്പോഴും യാ അയ്യുഹല്ലദീന ആമനു വരിക. എന്നാൽ ഇവിടെയോ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ. ഒന്ന് ഇനിയും വ്യത്യാസമുണ്ട്.
ഇതിന് സമാനമായ ഒരു കൽപ്പന ഖുർആനിൽ വേറെയില്ല. പാഠം നമ്പർ 2. ഇതിന് സമാനമായ ഒരു കൽപ്പന ഖുർആനിൽ വേറെയില്ല. നമസ്കരിച്ചോളൂ എന്ന് ഖുർആനിൽ. പക്ഷേ ഞാനും എന്റെ മലക്കുകളും നമസ്കരിക്കുന്നുണ്ട്, നിങ്ങളും നമസ്കരിക്കൂ എന്നൊരായത്തില്ല. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? നോമ്പ് നോറ്റോളൂ എന്നായത്തുണ്ട്, ഞാനും എന്റെ മലക്കുകളും നോമ്പ് നോക്കുന്നു, അതുകൊണ്ട് നിങ്ങളും നോക്കുവീൻ ഇല്ല. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. ഇതിന് സമാനമായ ഒരു കൽപ്പന ഖുർആനിൽ വേറെ ഇല്ല. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഹജ്ജിനെ പറ്റിയുള്ള ആയത്ത് അങ്ങനെയാണ്. ഞാനും എന്റെ മലക്കുകളും ഹജ്ജ് ചെയ്യാൻ വരാറുണ്ട്, നിങ്ങളും വരൂ എന്നൊരായത്ത്. ഞാൻ പള്ളിയിൽ ഇത്തിക്കാഫ് ചെയ്യാൻ ഞാൻ വരാറുണ്ട്, നിങ്ങളും വരൂ, അങ്ങനെ ഒരായത്ത് ഇല്ല. ജഅൽനൽ ബൈത മസബതൻ ലിന്നാസി വഅംന വത്തഖിറു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ അൻ തഖിറ ബൈതിയ ലിത്വായിഫീന വൽആകിഫീന വറുക്കഇ സുജൂദ്. ഇഅ്തികാഫ് പറഞ്ഞു, നമസ്കാരം പറഞ്ഞു, അതിന്റെ രീതിയിൽ പറഞ്ഞു, അതല്ലേ. എന്നാൽ ശ്രദ്ധിച്ചോ, മനസ്സിലായോ? നിങ്ങൾ പറയും അല്ലാഹു റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണോ എന്ന് നിങ്ങൾ പറയും. ഖുർആനിൽ ഇതിന് സമാനമായ ഒരു കൽപ്പനയില്ല. ഇല്ല 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 ഇല്ല. ഒരാൾക്ക് എണീറ്റ് നിൽക്കാം, ഉണ്ടെങ്കിൽ ആ സദസ്സിൽ ഒരാൾക്ക് എണീറ്റ് നിൽക്കാം, ഉണ്ട് എന്ന് പറയും. ഇല്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. ഈ ആയത്തിൽ അല്ലാഹു തആല ആദ്യമായി പറഞ്ഞ രീതി മാറ്റി. ഞാനും എന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ. ഞാൻ ചെയ്യുന്നു, എന്റെ മലക്കുകൾ ചെയ്യുന്നു, നിങ്ങളും ചെയ്യും. 1. 2 ഏതൊരു കൽപ്പനക്ക് വഴിപ്പെട്ടവനും കൽപ്പനക്ക് വഴിപ്പെടുകയാണ്. ഈ ആയത്തിന് വഴിപ്പെട്ടവന് 2 പ്രാധാന്യമുണ്ട്. ഒന്ന് ഇത്വാഅത്തുൽ അംരിഹി വത്തിബാഉ ബിഫിഅലിഹി. നമസ്കരിച്ചവൻ റബ്ബിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടവൻ മാത്രമാണ്. നോമ്പ് നോറ്റവൻ റബ്ബിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടവൻ മാത്രമാണ്. ഹജ്ജ് ചെയ്തവൻ റബ്ബിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടവൻ മാത്രമാണ്. എന്നാൽ സ്വലാത്ത് ചൊല്ലിയവനോ റബ്ബിന്റെ കണക്ക് വഴിപ്പെട്ടവനുമാണ്, റബ്ബിന്റെ പ്രവർത്തനത്തെ പിൻപറ്റിയവനുമാണ്. മബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഇമാം ബുസൂരി എഴുതിയിട്ട് കുടുങ്ങി. മബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. ഞാൻ അറിഞ്ഞിടത്തോളം മുഹമ്മദ് നബി ഒരു മനുഷ്യനായിരുന്നു. അല്ലാതെ പറയാൻ വയ്യ. എന്താ മുഹമ്മദിനെ പറ്റി പറയാവുന്ന ഒരു പെർഫെക്റ്റ് ഒരു പേര് പറയണ്ടേ? എന്താ പറയാ? അറിയൂല. എന്താ പറയാനുള്ളത്? അറിയൂല. എന്നിട്ട് പറഞ്ഞു ഒരു മനുഷ്യന് എത്രയൊക്കെ ആവാമോ അത്രക്കായ ആളാണെന്ന് എഴുതി. പിന്നെ ബാക്കി എഴുതാൻ എന്താ എഴുതാനുള്ളത്? എഴുതി നിർത്തി. ആയിരക്കണക്കിന് കാവ്യം എഴുതിയ ലോകം കണ്ട കവി പ്രവാചക കാവ്യത്തിന്റെ പ്രകീർത്തനത്തിൽ കുടുങ്ങി. എഴുതാൻ കിട്ടി. റൂളയിൽ നിന്ന് വെളിയാളം വന്നു. ഷാഹേ മദീന, ഷാഹേ മദീന. മദീനയിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വെളിയാളം വന്നു. സൂര്യയെ ബാക്കി എഴുതിക്കോളൂ. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അരവരി റസൂലുള്ള പറഞ്ഞു കൊടുത്തതാണ് ബുസൂരി ഇമാമിന്. മനസ്സിലായോ? മബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം വഅന്ന
അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്ന അരവരി മിൻ ഇൽഹാമി റസൂലില്ലാഹി മുസ്തഫ നബി പറഞ്ഞു കൊടുത്തതാ. റൗളയിൽ നിന്ന് വിളിച്ചു കൊടുത്തതാ. നേടിയവരൊക്കെ നബിയെ കൊണ്ടേ നേടിയിട്ടുള്ളൂ. ആരും ഇവിടെയുണ്ടല്ലോ ഒരാൾ പൊന്നാനി കടന്നാൽ വെളിയങ്കോട് ഒരാളുണ്ട്. മഹാനായ ബ്രിട്ടീഷുകാരോട് നികുതി തരില്ല എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ, ഏറ്റവും വലിയ ദേശാഭിമാനി, കരുത്തിന്റെ കരുത്തുള്ളവൻ. എന്റെ ആ മനുഷ്യനെതിരെ കഴിഞ്ഞത് ബ്രിട്ടീഷുകാരോട്, ബ്രിട്ടീഷ് അധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് നികുതി തരില്ല എന്ന് പറഞ്ഞ ഇന്ത്യയിലെ കേരളത്തിലെ ആരുമല്ല ഏറ്റവും ആദ്യത്തെ ആൾ മഹാനായ ഉമർ ഖാൻ. എവിടുന്ന് ധൈര്യം കിട്ടിയത്? مجفدم سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. ചരിത്രമല്ലേ എന്താ പറഞ്ഞ? റൗളയുടെ കവാടം പൊട്ടി. ചരിത്രമല്ലേ അത്? IPH പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാന കോശത്തിൽ ഉമർ ഖാളി എന്ന അധ്യായത്തിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാസിമിക്ക് തോടിയെന്ന് പറയാനില്ല. എല്ലാവരും അംഗീകരിക്കുന്നു. എന്റെ IPH സുഹൃത്തുക്കൾ പോലും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തമാശ പറയല്ല ഞാൻ. ചിന്തിക്കണം. എന്റെ IPH സുഹൃത്തുക്കൾ പോലും അവരുടെ ഇസ്ലാമിക വിജ്ഞാന കോശത്തിന്റെ വെളിയങ്കോട് ഉമർ ഖാളി എന്ന അധ്യായത്തിൽ ഈ സംഭവം പറയുന്നത്. ഉമർ ഖാളി പാട്ട് പാടിയപ്പോൾ റൗളയുടെ കവാടം സ്വമേധയാ തുറന്നു. എങ്ങനെ തുറക്കാതിരിക്കും? നബിയെ കണ്ണുനീർ വറ്റിയ നേരമില്ല നബിയെ സ്വല്ലല്ലാഹു അലൈഹി فدم سال من عينين لكنه يجري على الخدين. എന്റെ കവിളിലൂടെ കണ്ണുനീർ വറ്റിയ നേരമില്ല നബിയെ. മദീനയിലെ രാജാവേ, ഈ പ്രകൃതിക്ക് അല്ലാഹു നൽകിയ അക്ഷയഖനിയെ, അറിവിന്റെ ഖനിയെ മുഹമ്മദ് നബിയെ, എന്റെ കണ്ണുനീർ വറ്റുന്നില്ല. من حب قلبي سيد الكونين حيا وميتا تراب رميما صلوا عليه وسلموا تسليما. സ്വലാത്തിന്റെ പ്രാധാന്യം പറഞ്ഞു. പരിധിയില്ല. ഇതുപോലത്തെ ഒരു ശൈലിയും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. നോക്കൂ, ഇതിന് സമാനമായി ഒന്നുമില്ല ഖുർആൻ. ചിന്തിക്കണം, നിഷ്പക്ഷമായി ചിന്തിക്കണം. അല്ലാഹു നൽകിയ മഹത്തായ ബുദ്ധി കൊണ്ട് മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. ഇത് തമാശയല്ല. എങ്ങനെയാണ് ഈ മനുഷ്യനെ പറ്റി പറയാതിരിക്കുക? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. സല്ലു അലൻ നബി എന്നല്ല, ഒരിക്കൽ സ്വലാത്ത് ചൊല്ലി എന്നല്ല. യുസല്ലൂന അലൻ നബി, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇരിക്കുകയാണ് അല്ലാഹുവിന്റെ മലക്കുകൾ. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ ചൊല്ലുക തന്നെ വേണം. ഒരുപാട് സ്വലാത്തുകളുണ്ട്. എല്ലാം സ്വലാത്തിന്റെ പ്രത്യേകത എന്താ? സ്വലാത്തിന് അങ്ങനെ പ്രത്യേക പദങ്ങളൊന്നുമില്ല. 3 കാര്യങ്ങളുണ്ടായാൽ ഒരു രാജ്യത്ത് ഭൂമിക്ക് മുകളിൽ ജീവിക്കാൻ സുഖകരമാകും. പുണ്യനബിയെ പറയുമ്പോൾ അവിടുത്തെ ഒരു മഹത്തായ വാക്ക് പറയട്ടെ. ഇദാ കാന ഉമറാഉകും സുലഹാഅകും വഅഗ്നിയാഉകും സമഹാഉകും വഉമൂറുകും ശുറാ ബൈനകും ഫല്ലഹുൽ അർളി ഖൈറും മിൻ ബത്നിഹാ. 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഭൂമിയുടെ മുകളിൽ നല്ല നിലക്ക് ജീവിക്കാം. ഞാൻ എൻ്റെ നേതാക്കളുടെയും എന്റെ സദസ്സിന്റെ താഴെയുള്ള എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഈ വിനീതൻ ഈ ഒരു വചനം കൊണ്ടുവരികയാണ്. ഈ വചനത്തിന് ഇന്നത്തെ വാക്കിൽ, ഇന്നത്തെ ദിവസം ഈ വചനത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കേട്ടോളൂ. 3 കാര്യമുണ്ടായാലേ ഭൂമിയുടെ മുകളിലുള്ള ജീവിതം സുഖകരമാകും. പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഇദാ കാന ഉമറാഉകും സുലഹാകും. അവരെ ഭരിക്കുന്ന ഉമറാക്കൾ സ്വാലിഹീങ്ങളാവുക, നേതാക്കന്മാർ സ്വാലിഹീങ്ങളാവുക. ഉമറാ എന്നാണ് പറഞ്ഞത്. ഉലമാ ഉമറാ എന്ന പ്രയോഗം തന്നെ ഉണ്ട്. ഉമറാ എന്ന വാക്കാണ് പറഞ്ഞത്. ഇത് ഗൗരവമായി ചിന്തിക്കണം.
ഉലമാവിന്റെ സലാഹിയത്ത് പറയേണ്ടതില്ല, അതേതായാലും സലാഹിയത്ത് നിർബന്ധമായ ഖൗമാണ്. ഇദാ കാന ഉമറാഉകും സുലഹാഉകും, ഒരു നാട്ടിലെ ഉമറാക്കൾ സ്വാലിഹീങ്ങളാവുക. അത് മഹല്ലാകാം, പഞ്ചായത്താകാം, സംസ്ഥാനാകാം, രാജ്യമാകാം, എന്താണ്. ഒന്ന് വഅഗ്നിയാഉകും സമാഅകും, ധനമുള്ളവർ നിർലോഭമായ ആളുകൾക്ക് നൽകുന്നവരാവുക. ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ കൊടുക്കും. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. إذا كان أغنياءكم سمحاءكم, ധനമുള്ളവർ കയ്യയച്ച് ആളുകൾക്ക് നൽകുന്നവരാവുക. രണ്ട് വഉമൂറുക്കും ശൂറാ ബൈനക്കും, അവർക്കിടയിൽ ഏത് വിഷയമുണ്ടായാലും അതൊരു ശൂറയിൽ ഒരു മുശാവറ ചെയ്ത് അവർ തീരുമാനിക്കുകയും ചെയ്യുക. ഈ മൂന്ന് കാര്യവും ഒരു നാട്ടിലുണ്ടെങ്കിൽ അന്ന് ഭൂമിയുടെ ഉള്ളിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പുറത്ത് ജീവിക്കലാണ്. ഈ ജീവിതം, ഈ ഭൂമിയുടെ പുറത്തെ ജീവിതം അന്ന് സുഖകരമാകും. അള്ളാഹു ഈ മൂന്നും നമുക്ക് നൽകട്ടെ. ഒന്നും കൊണ്ട് പറഞ്ഞേക്കൂ, എന്തൊക്കെയാ? ഒന്ന്, നാട്ടിലെ ഉമറാക്കൾ സ്വാലിഹ്യങ്ങളാവുക. രണ്ട്, ധനമുള്ളവർ അത് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് സഹകരിക്കുന്നവരാവുക. മൂന്ന്, എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മുഷാവറ ചെയ്ത് തീരുമാനിക്കാം. എന്നാൽ പിന്നെ ഈ ഭൂമിയിൽ നല്ല നിലക്ക് ജീവിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ നേതാക്കളുടെയും എന്റെ താഴെയുള്ളവരെയും മേലെ, ഈ താഴെയുള്ളവർ എന്ന് പറഞ്ഞാൽ പദവി എന്നല്ല അതിന്റെ അർത്ഥം, താഴെ ഇരിക്കുന്നവർ. ഞാൻ എല്ലാരെക്കാളും പദവി താഴുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ അടുക്കൽ നമ്മളെ ഉഷാറാക്കി തരട്ടെ. അള്ളാന്റെ അടുക്കൽ അള്ളാഹു നമ്മളെ ഉഷാറാക്കി തരട്ടെ. അള്ളാന്റെ അടുക്കൽ നമ്മളെല്ലാവരും അള്ളാഹു വളർത്തി തരട്ടെ. ഇല്ല, രണ്ടാമത്തെ കാര്യം പുണ്യനബി പറഞ്ഞു, വഇദാ കാന ഉമറാഉകും ശിറാറകും വഅഗ്നിയാഉകും ബുഖലാകും വഉമൂറുകും ഇലാ നിസാഇകും ഫബത്നുൽ അർളി ഖൈറും മിൻ ളഹ്രിഹാ. വഇദാ കാന ഉമറാഉകും ശിറാറകും, ഉമറാക്കൾ മോശപ്പെട്ടവരാവുക. അവർക്ക് മോശപ്പെട്ട എല്ലാ ദുർവൃത്തികളും ഉണ്ടാവുക. അവർ എല്ലാവിധ മോശങ്ങളിലും ഏർപ്പെടുക. ധനമുള്ളവരാകട്ടെ ലുബ്ധന്മാരാവുക. അവർ ധനന്റെ പക്ഷെ ലുബ്ധന്മാരാണ്. മുഷാവറയിൽ വരെ പെണ്ണുങ്ങൾ കയറുക. അങ്ങനെ കയറിയെന്ന് കേട്ടു. ഷൂറയിൽ വരെ പെണ്ണുങ്ങൾ അംഗമായി എന്ന് ഏതോ ഒരു പത്രം പ്രസിദ്ധീകരിച്ചതായി കണ്ടു. അതാണ് ഈ പറയുന്നത്. ചിന്തിക്കാൻ വേണ്ടി പറയാണ്. വിമർശിക്കേണ്ട സദസ്സല്ലെങ്കിലും ഷൂറയിൽ പെണ്ണുങ്ങളെ കയറ്റുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. വേറെയും ഹദീസുണ്ട്. അതൊക്കെ എന്റെ കയ്യിൽ ഒരുപാടും ഹദീസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്. തോന്നിയത് ഹദീസ് ആക്കല്ല, ഹദീസ് ഉള്ളത് കൊണ്ട് പറയാണ്. പക്ഷെ ഈ വേദി അതിന് ഉപയോഗപ്പെടുത്തുന്നില്ല. ഷൂറയിലേക്ക് സ്ത്രീകളെ കയറ്റൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അത് വേണ്ടിയിരുന്നില്ല. അതൊന്ന് പുനഃപരിശോധിച്ചുകൂടെ എന്ന് ആ സംഘടനയോട് വളരെ താഴ്മയിൽ ഞാനൊന്ന് അപേക്ഷിക്കാം. ഷൂറയിൽ പെണ്ണുങ്ങളെ കയറ്റേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു സംഭവമില്ല. ഒരു മലക്കിനെ അള്ളാഹു നബിയായി നിശ്ചയിക്കുകയാണെങ്കിലും പുരുഷ രൂപത്തിലെ അയക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുസ്തഫ റസൂലുള്ളാഹി ഒരുപാട് സ്വലാത്തിന് അങ്ങനെ പ്രത്യേക ഒരു പദമൊന്നുമില്ല. ചില കാര്യങ്ങൾക്ക് പദമുണ്ടാവും, ചില കാര്യത്തിൽ പദം ഉണ്ടാവില്ല. അംറും ബിൽ മഅറൂഫ് പദമുണ്ടായി. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അംറും ബിൽ മഅറൂഫ് പദമൊന്നുമില്ല. ഏത് നന്മയുടെ പദവും അതിന് പദമാണ്. പദമില്ലാത്ത വാക്കുകൾ. അതുപോലെയാണ് അസ്സലാത്ത്. സ്വലാത്തിന് പദമില്ല. സ്വലാത്ത് എന്നാൽ അസ്സനാഉ അലാ റസൂലില്ലാഹ്. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം അറിയിക്കുന്ന ഏത് വാക്കും സ്വലാത്താണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്വലാത്തിന് നിർമ്മിത പദം എന്നൊരു വിഷയം ഇല്ല. മനസ്സിലാവുന്നു? മുസ്തഫ നബിയുടെ മദ്ഹ് അറിയിക്കുന്ന ഏത് വാക്കും സ്വലാത്താകുന്നു. എല്ലാം والبدر شق بأمره والشمس إذ غربت له ردت بغير تردد والوحش والأشجار قد سجدت له وعليه قد سلمنا بعد تشهد وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد.
നബിയുടെ മഹത്വം അറിയിക്കുന്ന എല്ലാം സ്വലാത്താണ്, എല്ലാം സ്വലാത്ത്. അത് സ്വലാത്താണോ ഇത് സ്വലാത്താണോ എന്ന ചോദ്യം തന്നെ വേണ്ട. ഇത് വയലാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഖാസിമി പറഞ്ഞത് വയലാണോ, ഖാസിമി പറഞ്ഞത് വയലാണ്, ദാരിമി പറഞ്ഞത് വയലാണ്, ഫൈസി പറഞ്ഞത് വയലാണ്. വയലായിരിക്കും, അതിന് പദമൊന്നുമില്ല. ഏത് നന്മയെ അറിയിക്കുന്നതും മനസ്സിലാവണില്ല എന്നതുപോലെയുള്ളൂ സ്വലാത്ത്. ആ സ്വലാത്തുണ്ടോ ഈ സ്വലാത്തുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല. മുഹമ്മദ് നബിയുടെ മഹത്വം അറിയിക്കുന്ന ഏത് വാക്കും സ്വലാത്ത്. ശ്രദ്ധിക്കണം, എന്നിട്ട് പറയുന്നില്ല അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഖായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. മുഹമ്മദ് സ്വലാത്ത് അത് ഖസീനത്തുൽ അർശ്, അത് ഉന്നതമായ സ്വലാത്താണ്, പവിത്രമായ സ്വലാത്താണ്. സ്വലാത്തു തഫ്രീജിയ എന്നും ഇതിന് പേരുണ്ട്, ബുദ്ധിമുട്ടിനെ നീക്കുന്ന സ്വലാത്ത്. ഈ സ്വലാത്ത് 4444 തവണ നേർച്ചയാക്കുക എന്ന മുഅ്മിനീങ്ങൾക്ക് പതിവുണ്ടായിരുന്നു. ഇമാം ഖുർത്തുബി പറയുന്നുണ്ട്, ഒരാൾ 100 തവണ ഈ സ്വലാത്ത് ദിവസം ചൊല്ലിയാൽ ലം യൽതീഹി ഹമ്മുൻ വലാ ഗുമ്മുൻ, അവന് ഒരു വിഷമവും ബാധിക്കുകയില്ല. എല്ലാ ദിവസവും 100 തവണ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഖായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി. എന്താണ് ആ പറഞ്ഞ മുതലൊക്കെ? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില, പരിപൂർണമായ സ്വലാത്ത് നൽകണമേ റബ്ബേ. വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ, ഞങ്ങളെ നേതാവിന്റെ മേൽ, മുഹമ്മദ് നബിയുടെ മേൽ. സയ്യിദ് എന്ന് പറയാമോ എന്ന് ചിന്തിക്കണ്ട. ഖുർആനിൽ സാധാരണ നബിമാർക്ക് പോലും സയ്യിദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സയ്യിദിന്റെയും സയ്യിദാണ് ആര്? മുഹമ്മദ് നബി. അള്ളാഹു പറഞ്ഞത് ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ. യഹ്യ എന്ന നബിക്ക് സയ്യിദ് എന്ന് ഖുർആൻ പറഞ്ഞു. യഹ്യ എന്നാൽ ബൈബിൾ പറയുന്ന ജോൺ, പ്രവാചകൻ ജോൺ, സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന യഹ്യ. അദ്ദേഹമാകട്ടെ ഈസ നബിയുടെ താഴെയുള്ള ഒരാളാണ്, സയ്യിദുനാ ഈസ നബിയുടെ. അദ്ദേഹത്തെ പോലും സയ്യിദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെയും നേതാവായ ഈസ നബിയുടെയും നേതാവാണ് മുഹമ്മദ് നബി. അപ്പൊ സയ്യിദിന്റെയും സയ്യിദാണ് മുഹമ്മദ് നബി. ചിന്തിച്ചോ? ബുദ്ധിയുള്ളവന് അള്ളാഹു അങ്ങോട്ട് തരണം ഹിബത്ത്, തലച്ചോറ് തുറന്നു തരണം. വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു. ഏത് കുരുക്കുകളിൽ നിന്നും മുഹമ്മദ് നബിയിലൂടെ രക്ഷപ്പെടാൻ കഴിയും? ഒരു വാക്കല്ല, മുഹമ്മദ് നബിയിലൂടെ ഏത് കുരുക്കിലും രക്ഷപ്പെടാൻ കഴിയും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉഹദ് യുദ്ധത്തിൽ എന്റെ ബാപ്പ മരിച്ചുപോയി. ഉഹദ് യുദ്ധം കഴിഞ്ഞ ബാപ്പ മരിച്ചു. ബാപ്പക്ക് ആകെ ബാപ്പ ഞങ്ങൾക്ക് നൽകിയത് കുറെ പെൺമക്കളെയും കുറെ കടവുമായിരുന്നു. വലിയ കടക്കാരനായി ഞാൻ. ബാപ്പ മരിച്ചപ്പോ ചില കടമൊക്കെ യഹൂദികൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. യഹൂദികൾ എന്നെ വിളിച്ച് ശല്യപ്പെടുത്താൻ തുടങ്ങി. ഞാൻ വിഷമിച്ചു. ഒരു ദിവസം ഞാൻ പുണ്യ നബിയുടെ വാതിൽ പോയി മുട്ടി. ഇത് വെറുതെ പറയുകയല്ല, സ്വഹീഹ് മുസ്ലിം ഇതിലേക്ക്